എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1872 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ ആഷ ബി വർഗീസ്, നമ്മുടെ സൂമിന്റെ സ്വന്തം അമ്മയായ അമ്പാടിയമ്മയുടെ മകളാണ്. ഇന്ന് ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ആഷ ബാംഗ്ലൂരിൽ അമ്പാടി ഹോമിയോ ക്ലിനിക്ക് നടത്തുന്നു. PHMS, MSc കൂടാതെ മെന്റൽ ഹെൽത്തിൽ ഇപ്പോഴും PG ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഡോക്ടറുടെ സവിശേഷതകൾ. 24 വർഷത്തെ ചികിത്സാ പരിചയം, ഇങ്ങനെയൊക്കെയുള്ള ഡോക്ടർ. കൂടാതെ ഐക്കോണിക് വുമൺ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആണ്. ഈ നിലയിലെല്ലാം വർത്തിക്കുന്ന ഡോക്ടർ ആഷ ബി വർഗീസ് ആണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ്. ഡോക്ടർ ആഷ ഇന്നെടുക്കുന്ന വിഷയം, ഇന്നത്തെ വിഷയം എന്തായിരുന്നു? മൈഗ്രെയിനും ഹോമിയോപ്പതിക് മാനേജ്മെന്റും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. മൈഗ്രെയിനും ഹോമിയോപ്പതിക് മാനേജ്മെന്റും എന്നുള്ളതാണ് വിഷയം. ഡോക്ടർ ഒട്ടേറെ ക്ലാസ്സുകൾ നമുക്ക് ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ച്, മെയിൽ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി എല്ലാം ധാരാളം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് മൈഗ്രെയിനിലാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ ആഷ ബി വർഗീസിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോട് കൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നന്ദി. ഡോക്ടറെ ക്ലാസ് തുടങ്ങാം. മാം, സ്ലൈഡ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കാണുന്നുണ്ടോ? ഓക്കെ. ശരി, ഇന്നത്തെ ടോപ്പിക് മൈഗ്രെയിൻ ആണ്. IFPHന്റെ മീറ്റിംഗിൽ എല്ലാവരെയും കണ്ടതിലും വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ ഇന്നത്തെ ടോപ്പിക് മൈഗ്രെയിൻ ആണ്. അപ്പം കേസ് എടുക്കണില്ല. കേസസ് ഇല്ലാണ്ട് മൈഗ്രെയിൻ എക്സ്പ്ലനേഷനും മെഡിസിൻസും മാത്രമാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത്. അതിന്റെ എക്സ്പ്ലനേഷൻസ് മാത്രമേ എടുക്കുള്ളൂ. കേസസ് ആയിട്ട് എടുത്തിട്ടില്ല. കാരണം ഓരോ കേസിനും കുറെ സമയം പോകും. അപ്പൊ ആ ഫുൾ മെഡിസിൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. മൈഗ്രെയിൻ ഹെഡേക്കിന്റെ ഡെഫിനേഷൻ ആണ് ആദ്യം. ഇറ്റ് ഇസ് എ ഹെഡേക്ക് that can cause intense throbbing pain or a pulsing feeling, usually on one side of the head. അപ്പോൾ യൂഷ്വലി എന്താ പറ്റുക, ഒരു ത്രോബിങ് അല്ലെങ്കിൽ പൾസിങ് ഫീലിംഗ്, പൾസേറ്റൻ ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. അത് ഒരു സൈഡ് ഓഫ് ദ ഹെഡിലാണ് സാധാരണ കാണുക. അതിൻ്റെ കൂടെ നോഷ്യ, വോമിറ്റിംഗ്, പിന്നെ എക്സ്ട്രീം സെൻസിറ്റിവിറ്റി ടു സൗണ്ട് ആൻഡ് ലൈറ്റും ഉണ്ടാവാറുണ്ട്. മൈഗ്രെയിൻ എന്നുള്ള ഹെഡേക്കിന്റെ കൂടെ തന്നെ വോമിറ്റിംഗ്, നോഷ്യ, ഛർദ്ദിക്കാൻ വരില്ല, വെളിച്ചത്തോടും പിന്നെ ലൈറ്റിനോടും ഒത്തിരി സെൻസിറ്റിവിറ്റി ഉണ്ടാവുക, ഇങ്ങനെ കാണാറുണ്ട്. ആ മൈഗ്രെയിൻ അറ്റാക്സ് മണിക്കൂർ തൊട്ട് പല ദിവസങ്ങളോളം അത് ലാസ്റ്റ് ചെയ്യാറുണ്ട് ചിലവർക്ക്. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് പോലും ഹാമ്പർ ചെയ്യണ വിധത്തിൽ നമുക്ക് പോയി ജോലിക്ക് പോകാനോ, എത്രയോ ടീച്ചേഴ്സുമാരൊക്കെ സ്കൂളിൽ പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്, നമുക്ക് ജോലി ചെയ്യാൻ പോലും പറ്റില്ല ഡോക്ടർ എന്ന് പറയുന്നത്, അത്രയും സിവിയർ ആയിട്ടുള്ള അറ്റാക്സ് ആണ് മൈഗ്രെയിനിൽ കാണാറുള്ളത്. ചില ആൾക്കാർക്ക് ഒരു ഓറ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു വാർണിംഗ് സിംറ്റം മാതിരിയാണ് അത് ഉണ്ടാവാറുണ്ട് മൈഗ്രെയിൻ്റെ സമയത്തോ അതിൻ്റെ തൊട്ട് മുമ്പിലോ. അതിൽ ഓറ ചിലപ്പം വിഷ്വൽ ഓറ ആയിരിക്കാം. വിഷ്വൽ ഓറയ്ക്ക് കണ്ണിലെ മുമ്പിൽ ഇങ്ങനെ ചെറിയ ചെറിയ പൊട്ടുകൾ പോലെ വരിക, ലൈറ്റിന്റെ ഫ്ലാഷസ് കാണുക, ഇതൊക്കെ ആ ഓറയിൽ നമുക്ക് എക്സ്പ്ലനേഷൻ പിന്നെയും പറയുന്നുണ്ട്, അത് കാണാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ഒരു സൈഡിൽ ഒരു ന്യൂറസ്തീനിയ മാതിരി ടിംഗ്ലിങ് ഉണ്ടാവും ഫേസിന്റെ, കയ്യില്, കാലില്. ചിലവർക്ക് വർത്താനം പറയാൻ പോലും ബുദ്ധിമുട്ടാവണ വിധത്തിലുള്ള ന്യൂറോളജിക്കൽ ഇൻവോൾവ്മെന്റ് കാണാറുണ്ട്. സിംറ്റംസ് എന്ന് പറയുന്നത് ഇത് കുട്ടികളെ എഫക്ട് ചെയ്യുന്നുണ്ട്, ടീനേജേഴ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി അഡൽട്സിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് മെനോപോസിന്റെ സമയമാകുമ്പോഴത്തേക്കും മിക്കവാറും അത് കാണാറില്ല. കാരണം ഈസ്ട്രജന്റെ ഒരു പാർട്ട് ഇതിനുണ്ട്.
ഇത് ഇറ്റ് ഹാസ് 4 സ്റ്റേജസ്. ഇതിന് 4 സ്റ്റേജസ് ഉണ്ടാവും. പക്ഷെ ആ 4 സ്റ്റേജും ഉണ്ടാവണം എന്ന നിർബന്ധമില്ല. ഒന്ന് പ്രോഡ്രോമൽ സ്റ്റേജ് ആണ്, രണ്ടാമത് ഓറ, അറ്റാക്കിന്റെ സമയം, പോസ്റ്റ് ഡ്രോം പീരിയഡ്. അപ്പൊ പ്രോഡ്രോം പീരിയഡ് എന്ന് പറയുന്നത് അത് 4 സ്റ്റേജസ് ആയിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് വരണമെന്നും നിർബന്ധമില്ല. ഒരു ദിവസമോ 2 ദിവസമോ മുമ്പോ മൈഗ്രെയിന് മുമ്പ് ചിലവർക്ക് ചില വാർണിംഗ് സൈൻ പോലെ ഉണ്ടാവാറുണ്ട്. അത് കോൺസ്റ്റിപ്പേഷൻ ആവാം. ഓക്കെ, അപ്പൊ മിക്കവാറും നമ്മൾ പ്ലംബോ ബ്രയോണി ഒക്കെ കൊടുക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത് ചിലപ്പോൾ ഈ മൈഗ്രെയിനുള്ള മുമ്പിലുള്ള ഒരു സിംറ്റം ആവാം. മൂഡ് ചേഞ്ചസ് ഉണ്ടാവും, ഡിപ്രഷൻ ടു എലേഷൻ ഉണ്ടാവും. Again, we can think of medicines like ignatia. ഫുഡ് ക്രേവിംഗ് ഉണ്ടാവും, വരല്ലാണ്ട് വലിച്ചു വാരി തിന്നണം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ആന്റിയം ക്രൂഡിനെ പറ്റിയൊക്കെ ആലോചിക്കാം. നെക്ക് സ്റ്റിഫ്നെസ്, ബ്രയോണിയ, ജെൽസീമിയം, സോ മെനി അതർ മെഡിസിൻസ്. നെക്ക് സ്റ്റിഫ്നെസിന്റെ സമയത്തും ഓരോന്നായിട്ട് ഞാൻ അങ്ങനെ കിട്ടണ കവർ ചെയ്ത് പോവാണ്. ഇൻക്രീസ്ഡ് യൂറിനേഷൻ, മൂത്രം വല്ലാണ്ട് പോവുക, പിന്നെ കഴുത്ത് വേദന, മൂത്രം വല്ലാണ്ട് പോവുക, ഫ്ലൂയിഡ് റിട്ടൻഷൻ, മേല് മുഴുവനും വീങ്ങിയിരിക്കുന്ന പോലത്തെ ഫീലിംഗ് ആണ്. ഫ്രീക്വന്റ് യോണിങ് ഉണ്ടാവുക, ജൽസീമിയത്തിന് ഉണ്ട് അങ്ങനെ. ഇഗ്നീഷ്യക്ക് ഉണ്ട് ഫ്രീക്വന്റ് യോണിങ് ചെയ്യുക, വായി ഇങ്ങനെ കോട്ടവായി ഇടുക, അതിന്റെ കൂടെ തന്നെ ദീർഘശ്വാസം വലിക്കുന്ന പേഷ്യൻസ്, അങ്ങനത്തെ കേസസ് നമുക്ക് വന്നോണ്ട് അത് അതിന്റെ കൂടെ തന്നെ പറഞ്ഞു പോവാണ്. രണ്ടാമത്തത് ഓറ ആണ്. ഓറ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ബിഫോർ ദ എപ്പിസോഡ് അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പ്, മൈഗ്രെയിൻ വരാൻ പോണ, അറ്റാക്ക് വരാൻ പോണേ തൊട്ട് മുമ്പോ അല്ല ആ സമയത്തോ ചിലവർക്ക് ചില സിംറ്റംസ് വരും. ഓക്കെ, അത് ചിലപ്പോ ഒരു സ്ലോലി അങ്ങനെ തുടങ്ങിയിട്ട് 10-60 മിനിറ്റത്തോളം നിൽക്കുന്ന സിംറ്റംസ് ആയിരിക്കാം. അത് റിവേഴ്സബിൾ സിംറ്റംസ് ആണ്. അത് വന്നു എന്ന് പറഞ്ഞ് പെർമനന്റ് ആയിട്ട് ഉണ്ടാവില്ല. വിഷ്വൽ സിംറ്റംസ് ആണ് കൂടുതൽ കാണാറ്. ലൈക്ക് ഷേപ്സ്, ബ്രൈറ്റ് സ്പോട്ട്സ്, ഫ്ലാഷസ് അറ്റ് ഫ്ലൈറ്റ് മുമ്പിൽ കാണുക, ചെറിയ ചെറിയ പൊട്ട് പോലത്തെ കാണുക, ചെറിയ ചെറിയ ഇങ്ങനെ ലൈറ്റിന്റെ സ്പോട്ട്സ് പോലെ കാണുക, കാഴ്ച കുറവ് ആയിട്ട് കാണുക, വിഷൻ ലോസ് ആയിട്ടോ അല്ലെങ്കിൽ ബ്ലേർഡ് വിഷൻ ആയിട്ട് കാണുക. പിൻസ് ആൻഡ് നീഡിൽ സെൻസേഷൻസ് ആംസ് ആൻഡ് ലെഗ്സിൽ, ന്യൂറോസീനിയനെ പറ്റി പറഞ്ഞു അത്. വീക്ക്നെസ് ആൻഡ് നംനെസ് ഓഫ് ദ ഫേസ് ഓർ വൺ സൈഡ് ഓഫ് ദ ബോഡി, വർത്താനം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഓറ. അറ്റാക്കിന്റെ സമയത്ത് അറ്റാക്ക് ഒരു 3-4 മണിക്കൂർ തൊട്ട് 2-3 ദിവസങ്ങളോ 3-4 ദിവസങ്ങൾ വരെ നിൽക്കുന്ന കേസസ് ഉണ്ടാവാറുണ്ട് അതിനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ. പക്ഷെ ഓരോരുത്തർക്കും പല ആൾക്കാർക്കും പല മാതിരിയാണ്, എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണം നിർബന്ധമില്ല. ചിലവർക്ക് മാസത്തിൽ ഒരിക്കലായിരിക്കാം, ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലായിരിക്കാം, ചിലപ്പോൾ ആഴ്ച 2 പ്രാവശ്യം ആയിരിക്കാം. ഈ അറ്റാക്ക് പേഴ്സൺ ടു പേഴ്സൺ ഡിഫർ ആവും. ഈ മൈഗ്രെയിന്റെ സമയത്ത് ഒരു സൈഡ് ഓഫ് ദ ഹെഡില് ഒരു തലയുടെ ഒരു വശം നല്ല വേദനയായിരിക്കും. ഇറ്റ് ക്യാൻ ഒക്കർ ഓൺ ബോത്ത് സൈഡ്സ് ഓൾസോ. ഒരു സൈഡിലോ 2 സൈഡിലോ നല്ല വേദന ഉണ്ടാവും. ത്രോബിങ്, പൾസേറ്റിംഗ് പെയിൻ ആണ് കൂടുതൽ ആൾക്കാർ പറയാറുള്ളത്. സെൻസിറ്റിവിറ്റി ടു ലൈറ്റ് ഉണ്ടാവും, ഒച്ച കേൾക്കാൻ വയ്യ, ലൈറ്റ് ഓൺ ചെയ്യാതെ ഇരുട്ട് റൂമിൽ കിടന്ന് ഉറങ്ങാൻ നേരത്തെ ആരെങ്കിലും വന്ന് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഇറിറ്റേറ്റഡ് ആവുക, കുട്ടികൾ കിടന്ന് ഒച്ചയും വെള്ളം ഉണ്ടാക്കുന്നു ഡോക്ടറെ, എനിക്ക് ഇറിറ്റേറ്റഡ് ആവും, തലവേദന ഒന്നും കൂടെ കൂടും. ഭക്ഷണം ഉണ്ടാക്കണ സ്മെല്ലോ അല്ലെങ്കിൽ ചുമ്മാ ആരെങ്കിലും വന്നൊന്ന് തൊട്ടാൽ തന്നെ ഇറിറ്റേറ്റഡ് ആവും, അല്ലെങ്കിൽ വേദന കൂടിപ്പോവും. ഉറക്കത്തിൽ നിന്ന് പാതി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുമ്പം മൈഗ്രെയിൻ ഉണ്ടാവുക, ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ നോസിയ ആൻഡ് വോമിറ്റിങ്, ഛർദ്ദിക്കാൻ വരിക, ചിലപ്പോൾ ചിലവർ ഛർദ്ദിക്കുക തന്നെ ചെയ്യുക, ഇതൊക്കെയാണ് സിംറ്റംസ് ഉണ്ടാവാറ് അറ്റാക്കിന്റെ സമയത്ത്. പിന്നെ വരുന്നത് പോസ്റ്റ് ഡ്രോം എന്ന് പറയുമ്പോൾ ആ അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള സിംറ്റംസ് ആണ്. ആഫ്റ്റർ മൈഗ്രെയിൻ അറ്റാക്ക് യു മൈറ്റ് ഫീൽ ഡ്രെയിൻഡ്. അറ്റാക്ക് വന്നു കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ക്ഷീണം, വല്ലാണ്ട് ക്ഷീണമാവണു ഡോക്ടറെ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. കൺഫ്യൂസ്ഡ് ആവുന്നു, വോൺ ഔട്ട്, ഓണസ്മോഡിയത്തിനുണ്ട്, ജൽസീമിയത്തിനുണ്ട്, ഇങ്ങനെ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. ചിലവർക്ക് ഭയങ്കര തലവേദന കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എലേഷൻ ആയിരിക്കാം. ചില ഇഗ്നീഷ്യയുടെ കേസസിൽ അങ്ങനെ ഒരു പേഷ്യന്റ് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ തല ഒന്ന് അനക്കുമ്പോ തന്നെ വേദന വരുന്നു, ലൈക്ക് ബ്രൈ. അപ്പൊ ടൈപ്സ് ഓഫ് മൈഗ്രെയിൻ ആണ് അടുത്തത്. മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ ഇല്ലാണ്ട് സാധാരണ അതിന് കോമൺ മൈഗ്രെയിൻ എന്നാണ് പറയാ. മോസ്റ്റ് ഫ്രീക്വന്റ് ടൈപ്പ് ഇതാണ്. ആദ്യം ഓറ ഒന്നും ഉണ്ടാവില്ല, സഡൻ ആയിട്ട് ഒരു മൈഗ്രെയിൻ ഉണ്ടാവുക. ന്യൂറോളജിക്കൽ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല, യൂണിലാറ്ററൽ ആയിരിക്കും, ഒരു സൈഡ് ആയിരിക്കും, പൾസേഷൻ ഉണ്ടാവും, മോഡറേറ്റ് ടു സിവിയർ പെയിൻ ഉണ്ടാവും, അഗ്രിവേറ്റഡ് ബൈ ഫിസിക്കൽ ആക്ടിവിറ്റി. ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നേരത്തൊക്കെ അവർക്ക് അഗ്രിവേറ്റ് ആവും.
പിന്നെ ഉള്ളത് മൈഗ്രെയിൻ വിത്ത് ഓറ ആണ്. അത് ക്ലാസിക് മൈഗ്രെയിൻ എന്ന് പറയും. അതാണ് മിക്ക ആൾക്കാർക്ക് ഉണ്ടാവുന്നതാണ് ക്ലാസിക് മൈഗ്രെയിൻ. അത് മൈഗ്രെയിൻ ടിപ്പിക്കൽ സിംറ്റം ആണ്. ന്യൂറോളജിക്കൽ സിംറ്റംസ് ഉണ്ടാവും ഈ ഓറ പ്രൊസീഡഡ് ഓർ അക്കമ്പനിയിങ് ഹെഡേക്ക്. ചിലപ്പോൾ അതിന്റെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് മുമ്പോ മുമ്പോ ഈ ഹെഡേക്ക് ഉണ്ടാവാറുണ്ട്. ഫ്ലാഷിംഗ് ഓഫ് ലൈറ്റ് കാണും, സിഗ്സാഗ് ലൈൻസ് കാണും, സെൻസറി നംനെസ്, ടിംഗ്ലിംഗ് ഓർ സ്പീച്ച് ഡിസ്റ്റർബൻസസ്. ഇതിൽ ഇൻവോൾവ് ആവുന്നത് ട്രൈജെമൈനൽ നെർവ് ആണ്. അപ്പൊ യൂഷ്വലി ചിലവർക്ക് ഈ നംനെസ് സൈഡ് ഓഫ് ദ ഫേസിലോ അങ്ങനെ നംനെസ്സും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടാവും. പിന്നെ ഉള്ളത് ക്രോണിക് മൈഗ്രെയിൻ ആണ്. ഒരു 15 ഡേയ്സിലോ 2-3 മാസത്തിൽ കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുന്നോ അല്ലെങ്കിൽ മാസം കൂടുമ്പോഴോ ഒക്കെ വരുന്നത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന മൈഗ്രെയിനാണ് നമ്മൾ ക്രോണിക് മൈഗ്രെയിൻ എന്ന് പറയുക. പിന്നെ ഉള്ളത് ഹെമിപ്ലേജിക് മൈഗ്രെയിൻ ആണ്. ടെമ്പററി വീക്ക്നെസ് ഓർ പാരാലിസിസ് ഓഫ് വൺ സൈഡ് ഓഫ് ദ ബോഡി. ഞാൻ പറഞ്ഞു നെർവ് ഇൻവോൾവ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൽ ടെമ്പററി വീക്ക്നെസ് അല്ലെങ്കിൽ പാരാലിസിസ് ഓഫ് വൺ സൈഡ് ഓഫ് ദ ബോഡി ഉണ്ടാവും. പിന്നെ ഉള്ളത് റെറ്റീനൽ ഒക്കുലർ മൈഗ്രെയിൻ, കണ്ണിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള മൈഗ്രെയിൻ ആണ്. അത് വിഷൻ ഡിസ്റ്റർബൻസസ് ഉണ്ടാവാറുണ്ട്, ഫോളോഡ് ബൈ ഹെഡേക്ക്. പിന്നെ ഉള്ളത് വെസ്റ്റിബുലാർ ചെവിയുടെ ഏരിയ ആണ്. നമ്മൾ സാധാരണ ഓറൽ വെർട്ടൈഗൊക്കെ കൊടുക്കാറില്ലേ, ചിനിയം സൾഫ് അങ്ങനത്തെ ഒക്കെ. അപ്പൊ ആ മൈഗ്രെയിനും ആ ഇംബാലൻസും ആയിട്ട് വരുന്ന മൈഗ്രെയിന് തല കറക്കം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടാവും. ചിലപ്പം തലവേദന ഉണ്ടാവും, ഭയങ്കര സിവിയർ ആയിരിക്കും, ചിലപ്പോൾ മൈൽഡ് ആയിരിക്കും. പക്ഷെ തല കറക്കം, ബാലൻസ് പ്രോബ്ലംസും മിക്കവാറും ഉണ്ടാവാറുണ്ട്. പിന്നെ വരുന്നത് മെൻസ്ട്രൽ മൈഗ്രെയിൻ ആണ്. മൈഗ്രെയിനും ഈസ്ട്രോജനും ഭയങ്കര ഇറ്റ്സ് റിലേറ്റഡ് ആണ്. വൺ ഓഫ് ദ കോസസ് ഇസ് ദ ഹോർമോണൽ ഇംബാലൻസ് ആണ് മൈഗ്രെയിന്റെ. ഇറ്റ് ക്യാൻ ഒക്കർ 2 days ബിഫോർ മെൻസസ് ഓർ 3 days ആഫ്റ്റർ മെൻസസ്, ലിങ്ക് ടു ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ്. മിക്കവാറും പക്ഷെ ഓവുലേഷൻ ടൈമിൽ മൈഗ്രെയിൻ വരുന്ന കേസസ് വളരെ കണ്ടിട്ടുണ്ട്. അബ്ഡോമിനൽ മൈഗ്രെയിൻ, എപ്പിസോഡ്സ് ഓഫ് അബ്ഡോമിനൽ പെയിൻ, നോസിയ, വോമിറ്റിംഗ് വിത്തൗട്ട് ഹെഡേക്ക്. അത് കുട്ടികൾക്ക് വെളിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, ദഹനക്കേട് ഉണ്ടായി, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ they get that kind of headache. പിന്നെ കോസസിൽ ഇതിന്റെ സ്റ്റഡി ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിന്റെ എക്സാക്ട് കോസ് എന്നുള്ളത് ഇത്ര ആർക്കും അറിയില്ല. ഫെമിലിയൽ ടെൻഡൻസി ഉണ്ടെങ്കിൽ ജെനറ്റിക്സ്, എൻവയറമെന്റൽ ഫാക്ടർ, ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. പിന്നെ ബ്രെയിൻ സ്റ്റെമിൽ ആൻഡ് ഇറ്റ്സ് ഇന്ററാക്ഷൻ വിത്ത് ദ ട്രൈജെമിനൽ നെർവ്, ആ ഒരു പെയിൻ പാത്വേയുടെ ഒരു ഇതാണ്. ട്രൈജെമിനൽ നെർവിനെ ഇൻവോൾവ് ആവുമ്പോഴും ഈ തലവേദന ഉണ്ടാവാറുള്ള ചാൻസസ് ഉണ്ടാവും. പിന്നെ സിറോട്ടോണിൻ എന്ന് പറഞ്ഞിട്ടൊരു കെമിക്കൽ ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ. അതൊരു പെയിന്റെ റെഗുലേറ്റഡ് ഒരു ഇതാണ്. അതും വൺ ഓഫ് ദ മേജർ റീസൺസ് ആണ് ഫോർ മൈഗ്രെയിൻസ്. പിന്നെ വേറെ കെമിക്കൽസ് ഇൻവോൾവ് ആർ കാൽസിറ്റോണിൻ, CGRP റിലേറ്റഡ് പെപ്റ്റൈൻ, CGRP എന്ന് പറയും. പിന്നെ ഈസ്ട്രോജൻ ഹോർമോൺ, അത് ഫീമെയിൽസിലാണ് അധികം ഉണ്ടാവുക. അപ്പൊ സ്ത്രീകൾക്കാണ് ഈ മൈഗ്രെയിന്റെ അറ്റാക്ക് കൂടുതൽ കണ്ടിട്ടുള്ളത് ഇൻ കമ്പാരിസൺ ടു മെൻ. പക്ഷെ മെന്നിന് ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ റേഷ്യോ നോക്കുമ്പോൾ ഫീമെയിൽസിലാണ് മൈഗ്രെയിൻ അറ്റാക്സ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അതിന്റെ ട്രിഗർ എന്തൊക്കെയാന്നുള്ളത്, ഒന്ന് ഹോർമോണൽ ചേഞ്ചസ്. ഫ്ലക്ച്വേഷൻ ഇൻ ദ ഈസ്ട്രോജൻ ലെവൽ സീം ടു ട്രിഗർ ഹെഡേക്സ് ഇൻ മെനി പീപ്പിൾ. Before and during menstrual period, during pregnancy or menopause. Usually ഈ ബിഫോർ ആൻഡ് ഡ്യൂറിങ് മെൻസ്ട്രൽ പീരിയഡ് ആണ് കൂടുതൽ കാണുക. പ്രഗ്നൻസിയുടെ സമയത്തോ മെനോപോസിന്റെ സമയത്തോ അത് സാധാരണ കുറയാണ് ചെയ്യുക. ചിലർ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എടുക്കുമ്പോൾ കൂടുണ്ടെന്നും പറയാറുണ്ട്. ചിലവർ അത് കഴിക്കുമ്പോൾ കുറവായിട്ടുണ്ടെന്നുള്ള പറയുന്ന കേസസും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആൽക്കഹോൾ ആൻഡ് കെഫൈൻ ആണ്. ആൽക്കഹോൾ അറിയാം, സ്പെഷ്യലി വൈനിൽ ടാനിൻ അധികമുണ്ട്. അത് ചിലവർക്ക് വല്ലാണ്ട് ഈ ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട്. ദാറ്റ് ഈസ് ഹെഡേക്ക്, മൈഗ്രെയിൻ ഉണ്ടാവാറുണ്ട്. കെഫൈൻ ഈ പറഞ്ഞ മാതിരി തന്നെ അതും പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. സോ വി ക്യാൻ തിങ്ക് ഓഫ് മെഡിസിൻസ് ലൈക്ക് മെക്സോമിക്ക ആൻഡ് ദാറ്റ്. അത് സ്ട്രെസ് അറ്റ് വർക്ക് ഓർ ഹോം ക്യാൻ കോസ് മൈഗ്രെയിൻ. ഒത്തിരി ജോലി ചെയ്യുന്ന ആൾക്കാർ, ഫിസിക്കലി ഒത്തിരി കിടന്ന് കഷ്ടപ്പെടുന്ന നമ്മുടെ സെപ്പിയ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പം മൈഗ്രെയിൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. സെൻസറി സ്റ്റിമുലൈ, ബ്രൈറ്റ് ഓർ ഫ്ലാഷിംഗ് ലൈറ്റ്സ് ക്യാൻ ഇൻഡ്യൂസ് മൈഗ്രെയിൻസ്. പിന്നെ സൗണ്ട്, ഒത്തിരി ഒച്ചയുള്ള സൗണ്ടുകൾ, അത് ഇത് മൈഗ്രെയിൻ ഉണ്ടാക്കാറുണ്ട്. ഇതിൽ നമ്മളിപ്പം നോക്കാൻ പോണത്, ഇപ്പം മുൻപോട്ട് കാണാൻ പോണത് പല മെഡിസിൻസ് ആണ്.
അപ്പം ചിലപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ എടുക്കുമ്പം ഈ ലൗഡ് നോയ്സ് വന്ന് മൈഗ്രെയിൻ ഉണ്ടായിരുന്നത് അസാരം യൂറോപ്യം കൊടുത്തിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്പെസിഫിക്കലി നോക്കുമ്പോൾ അസാരം യൂറോപ്യം ഇറ്റ് ഇസ് നോട്ട്, അത് ഒരു മൈഗ്രെയിൻ്റെ മെഡിസിൻ ആയിട്ടല്ല. പക്ഷെ ആ നോയ്സ് സെൻസിറ്റിവിറ്റി കണ്ടിട്ട് നമ്മൾ കൊടുത്തിട്ട് അങ്ങനെ കുറഞ്ഞിട്ടുള്ള കേസസും ഉണ്ട്. അത് നമ്മൾ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആയിട്ട് കണ്ടുപിടിക്കുമ്പോഴാണ്. പക്ഷെ ഈ മൈഗ്രെയിൻ വരാൻ നേരത്ത് താൽക്കാലിക ഒരു ശമനം കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അല്ലെങ്കിൽ അവര് നാക്സ്ഡോം ഇങ്ങനെയൊക്കെ കുറെ മെഡിസിൻസ് ഉണ്ട്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കാറുണ്ട്. ചില മൈഗ്രെയിൻസ് സ്മെല്ല് കൊണ്ട് ട്രിഗർ ആവും. സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂംസ്, പിന്നെ പെയിന്റിന്റെ തിന്നേഴ്സ്, സ്മോക്ക്, ഇങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ ട്രിഗേഴ്സ് ഉണ്ടാവാറുണ്ട്. അത് ഗ്രാഫൈറ്റിസിനൊക്കെ ഉണ്ടാവാറുണ്ട്, ചില കേസസ് അങ്ങനത്തെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. Sleep changes, missing sleep or getting too much sleep can trigger migraines in some people. ഒരു ആസിഡ് ഫോസിന്റെ ഒരു കേസ് ഉണ്ട്. ലൈക്ക് ഇപ്പം സ്മാർട്ട് വാച്ച് ധരിക്കുക എന്നുള്ളത് ഒരു ഇപ്പോഴത്തെ ട്രെൻഡാണ്. അതിൽ സ്ലീപ്പ് ഉണ്ടാവും. സ്ലീപ്പിൽ എത്രത്തോളം ഡീപ്പ് സ്ലീപ്പ് ഉണ്ടായി, എത്രത്തോളം REM ഉണ്ടായി, ഇങ്ങനെയൊക്കെ ഇത് മെഷർ ചെയ്യുന്ന വാച്ചസ് ആണ്. അപ്പൊ ഈ കുട്ടിയുടെ ഇതിലെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഹെഡേക്ക് ഉണ്ടാവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ നോക്കുമ്പോൾ സ്ലീപ്പ്, ഡീപ്പ് സ്ലീപ്പ് 20 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ് ഒക്കെ ഉള്ളൂ. അപ്പൊ ആ കുട്ടിക്ക് ആസിഡ് ഫോസ് കൊടുത്തു കഴിഞ്ഞപ്പം സ്ലീപ്പും ഇംപ്രൂവ് ആയിട്ടുണ്ട്. അപ്പൊ അത് 1 മണിക്കൂറോളം 40-50 മിനിറ്റ്സോളം ഡീപ്പ് സ്ലീപ്പ് കിട്ടിയിട്ടുണ്ട്. അത് മെഷേർഡ് ആണ്. പിന്നെ ആ കുട്ടിയുടെ തലവേദനയും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില ഫിസിക്കൽ സ്ട്രെയിന്, ഇന്റൻസ് ഫിസിക്കൽ എക്സേർഷൻ ഇൻക്ലൂഡ് സെക്ഷൽ ആക്ടിവിറ്റി, അത് ഒനസ്മോഡിയത്തിന് പ്രിഡോമിനന്റ് ആയിട്ട് കാണാറുണ്ട്. മൈറ്റ് provoke migraines. Weather changes, a change of weather or barometric pressure can promote a migraine. നാട്രം സൾഫിന്റെ ഒരു കേസ് ഉണ്ട് മൈഗ്രെയിൻ കുറഞ്ഞിട്ടുള്ളത്. ഈ മഴക്കാലത്ത് അയാൾക്ക് ഇത് വരും, ഹെഡേക്ക് വരും. അതിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ചില സം ഓഫ് ദ മെഡിസിൻ ഞാൻ പറയുമ്പോൾ ഓർമ്മയുള്ള മെഡിസിൻസ് ഞാൻ പറയാം. മെഡിസിൻസ്, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആൻഡ് മൈസോഡൈലേറ്റേഴ്സ് ലൈക്ക് നൈട്രോഗ്ലിസറൈൻസ് ക്യാൻ അഗ്രിവേറ്റ് മൈഗ്രെയിൻസ്. Food, aged cheeses and salty processed food might trigger migraine. Skipping meals can also bring on a migraine. അപ്പൊ ചില ചീസ് കഴിക്കുമ്പോൾ ചിലർക്ക് ഉണ്ടാവാറുണ്ട്, വാസോഡൈലേറ്റേഴ്സ് എടുക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ചില ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ ട്രിഗർ ചെയ്യണ മൈഗ്രെയിൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഭക്ഷണം സമയത്ത് കഴിച്ചില്ല വെച്ചാലും മൈഗ്രെയിൻ ഉണ്ടാവും. പിന്നെ ചില അഡിറ്റീവ്സ്, നമ്മൾ ഈ എന്താ പറയാ, ചൈനീസ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതിലൊക്കെ MSG ഉണ്ടാവും. ആ MSG കാരണമൊക്കെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, മൈഗ്രെയിൻ്റെ അറ്റാക്കും വരാറുണ്ട്. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഫാമിലി ഹിസ്റ്ററി ആണ്. ഫാമിലി ഹിസ്റ്ററി, അത് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക്, അച്ഛൻ അമ്മയ്ക്ക് ഉണ്ടായി, അമ്മുമ്മയ്ക്ക് ഉണ്ടായി, എല്ലാവർക്കും ഉണ്ട് ഡോക്ടറെ, എനിക്കും ഉണ്ട്, അങ്ങനെയുള്ള കേസസ്. അങ്ങനെ ഒരു കേസ് തൂജ വച്ചിട്ട് നല്ല ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്, ആ കുട്ടിയുടെ അറ്റാക്ക് ഒക്കെ മാറിയിട്ടുണ്ട്. പിന്നെ അവർക്ക് യൂഷ്വലി എന്താ പറ്റുക വെച്ചാൽ അവർക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയത് ഇത് മാത്രമേ ഉള്ളൂ, ഇവിടെ വരെ ഉള്ളൂ. പാറ്റേൺസ് ചിലപ്പോൾ ചേഞ്ച് ആയിരിക്കാം, പക്ഷെ എല്ലാവർക്കും തലവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഏജ് ടീനേജേഴ്സിൽ ഉണ്ടാവാറുണ്ട്, പക്ഷെ 20-30 സമയത്ത്, 25-30 ആ 30-35 സമയത്തൊക്കെ ഇറ്റ് ബിക്കംസ് ലിറ്റിൽ മോർ. എന്താ വെച്ചാൽ പല കാരണങ്ങൾ കൊണ്ടാണ്. ജോലി ചെയ്യണ സ്ത്രീകളായിരിക്കും അല്ലെങ്കിൽ ആൾക്കാരായിരിക്കും, ആ സമയത്ത് സ്ട്രെസ് കൂടുതലായിരിക്കും, ഉറക്കമില്ലായ്മ ഉണ്ടാവും, അത് കാണാറുണ്ട്. വിമൻ ഇറ്റ് ഇസ് 3 times മോർ ദാൻ മെൻ. ആണുങ്ങളെക്കാട്ടിലും 3 റേഷ്യോ കൂടുതലാണ് സ്ത്രീകളിൽ കണ്ടിട്ടുള്ളത്. ഹോർമോണൽ ചേഞ്ചസ് ബിഫോർ ഷോർട്ട്ലി ആഫ്റ്റർ ദ ഫസ്റ്റ് മെൻസ്ട്രൽ പീരിയഡ്, മെൻസസിന്റെ ഇത് കഴിഞ്ഞ ഉടനെ ചില ആൾക്കാർക്ക് ഹെഡേക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ പ്രഗ്നൻസിയുടെ സമയത്തും മെനോപോസിന്റെ സമയത്തും ചില സ്ത്രീകള് പ്രഗ്നൻസിയുടെ സമയത്ത് എനിക്ക് ഒരു പ്രാവശ്യം പോലും അറ്റാക്ക് വന്നിട്ടില്ല എന്നുള്ള പറയുന്ന സ്ത്രീകളിലും ഉണ്ടാവും. പല കേസസ് ഉണ്ടായിട്ട് അങ്ങനെ. പിന്നെ മെനോപോസിന്റെ സമയത്തും പൊതുവെ ഇത് കുറയാറാണ് പതിവ്. ഇപ്പൊ നമ്മൾ നോക്കാൻ പോണത് റെമഡീസ് ആണ്. ഒത്തിരി ഫാസ്റ്റ് ആണോ ഡോക്ടറെ? കുറച്ച്. ഞാൻ റെമഡീസ് എത്തുമ്പോ, കാരണം ഇത് ഇൻട്രഡക്ഷൻ മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ ഞാൻ റെമഡീസ് എടുക്കുമ്പോൾ കുറച്ച് പതുക്കെ പറയാം. ആദ്യത്തത് ബെല്ലഡോണ ആണ്. നമുക്ക് അറിയണ മാതിരി കൺജസ്റ്റീവ് ഹെഡേക്സ് ആണ്. അതിന്റെ ടൈപ്പ് ഇൻഫ്ലമേറ്ററി ഹെഡേക്ക്, മുഖമൊക്കെ ചുമന്നിരിക്കുക, തുടുത്തിരിക്കുക, ബേർസ്റ്റിംഗ്, ത്രോബിംഗ്, ബേർസ്റ്റിംഗ്, ഹാമറിംഗ് പെയിൻ വിത്ത് റെഡ്നെസ് ആൻഡ് ഹീറ്റ് ഓഫ് ദ ഫേസ്.
അപ്പൊ അതില് ക്ലാസിക് ആണ് ബെല്ലഡോണ, ത്രോബിംഗ്, ബേർസ്റ്റിംഗ്, ഹാമറിംഗ് പെയിൻസ്. ഓക്കെ. പിന്നെ മുഖമൊക്കെ നല്ല ചുമന്ന് തുടുത്തിരിക്കും. പിന്നെ തൊടുമ്പൊക്കെ ഒരു ചൂടായിരിക്കും അവരുടെ ഫേസിൽ. സെൻസേഷൻ ഓഫ് ഫുൾനെസ്, മുഖത്ത് മുഴുവൻ ഇങ്ങനെ ബ്ലഡ് നിറഞ്ഞ് അങ്ങനെ ഫുള്ളായിട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ലൊക്കേഷൻ നമ്മൾ ബെല്ലഡോണ യൂഷ്വലി റൈറ്റ് ആണ്, പക്ഷെ മൈഗ്രെയിന്റെ സമയത്ത് റൈറ്റിനും ലെഫ്റ്റിലും ഇത് വർക്ക് ചെയ്യാറുണ്ട്. ടെമ്പോറൽ ഏരിയ, ഫ്രോണ്ടൽ ഏരിയ, ഇതാണ് അതിന്റെ ലൊക്കേഷൻ സാധാരണ കണ്ടിട്ടുള്ളത്. കോസേഷൻസ് എന്ന് പറയുമ്പോൾ സൺ എക്സ്പോഷർ ഒരു കോസ് ആണ്, കോൾഡ് എക്സ്പോഷറും ഒരു കോസ് ആണ് ബെല്ലഡോണയ്ക്ക്. ഒത്തിരി എക്സൈറ്റ്മെന്റ് സമയത്ത് മെൻസ്ട്രൽ ഡിസോർഡേഴ്സിന്റെ കൂടെ ബ്ലീഡിങ് അതിയായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴും നമുക്ക് ബെല്ലഡോണയെ പറ്റി ആലോചിക്കാം. മൊഡാലിറ്റീസ് എന്ന് പറയുമ്പോൾ കൂടുന്നത് ഒച്ച ഉണ്ടായ അവർക്ക് കൂടുണ്ട്, ലൈറ്റ് കേട്ടാൽ കൂടുണ്ട്, മോഷൻ ജാറ്, ലൈങ് ഡൗൺ കൂടാറുണ്ട്. അമിൽറേഷൻ, ഡാർക്ക്നെസ്, ഇരുട്ട് റൂം കിടന്ന് ഉറങ്ങുമ്പോൾ അവർക്ക് ഭേദമായിട്ട് തോന്നും. ആരും ഒച്ചയും വെള്ളമൊന്നും ഇല്ലാണ്ട് കിടക്കുമ്പോൾ ദേ ഫീൽ മച്ച് ബെറ്റർ. സെമി ഇറക്ട് പൊസിഷൻ ആണ്. ലൈങ് ഡൗൺ ചെയ്യുമ്പോൾ അവർക്ക് ബ്ലഡ് എല്ലാം കൂടെ തലയിലേക്ക് കയറുന്നു എന്ന് പറയുമ്പോൾ അവർ ഒരു സെമി ഇറക്ട് പൊസിഷനിൽ കിടക്കും ഇങ്ങനെ. പിന്നെ തണുത്ത എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ നേരത്ത്, കോൾഡിലെ സമയത്ത് കോസേഷൻ ആണെങ്കിലും തണുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ, കാരണം ആ ഒരു തൊടുത്ത് ഹീറ്റ് ആയിട്ടുള്ള ഒരു ഫേസിൽ തണുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ആശ്വാസമാണ് ഡോക്ടറെ എന്ന് പറയും. അവരുടെ പ്യൂപ്പിൾസ് ഡയലേറ്റഡ് ആയിരിക്കും. ഇറ്റ്സ് എ ടിപ്പിക്കൽ ബെല്ലഡോണ സിംറ്റം. പിന്നെ ഡ്രൈ മൗത്ത് ഉണ്ടാവും, ഹൈ ഫീവർ ആൻഡ് ഡെലൂറിയം കാണാറുണ്ട് ഇൻ സർട്ടൻ കേസസ്. കീനോട്ട്, സഡൻ ആൻഡ് വയലന്റ് ഓൺസെറ്റ് വിത്ത് ഹോട്ട് ഫ്ലഷ്ഡ് ഫേസ് ആൻഡ് ത്രോബിംഗ് കരോട്ടിഡ്സ്. ഓക്കെ, ത്രോബിംഗ് ഉണ്ടാവും. ഇങ്ങനെ ഇതിന്റെ കൂടെ തന്നെ ഇതിനെക്കാട്ടിലും അക്യൂട്ട് ആയിട്ട് നമുക്ക് അക്കണൈറ്റും ആലോചിക്കാനുള്ളതേ ഉള്ളൂ. വി ക്യാൻ ഗീവ് അക്കണൈറ്റ്. ഇൻ സർട്ടൻ കേസസ് അക്കണൈറ്റ് ഹെൽപ്സ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലീഫ് കൊടുക്കാറുണ്ട്. അപ്പൊ എന്താ പറ്റുക, നമുക്ക് ഇങ്ങനെ പേഷ്യൻസ് വരാൻ നേരത്ത് അവര് ഈ പറഞ്ഞ മാതിരി പെയിൻ കില്ലേഴ്സ് എടുക്കണു, ഇമ്മീഡിയറ്റ് റിലീഫ് വേണം ഡോക്ടറെ. മൈഗ്രെയിന് ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീഫ് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോഴാണ് നമ്മൾ ഈ അമൈൽ നൈട്രോസും ഉപയോഗിക്കുന്നത്. ഓക്കെ, അമൈൽ നൈട്രോസും ടിങ്ചർ ഫോമിലോ ലോവർ പൊട്ടൻസിയിലോ ഫ്രീക്വന്റ് ആയിട്ട് കൊടുത്താൽ ഇതിന്റെ പാത്തോളജി ബിഹൈൻഡ് ദിസ്, ഇതിന്റെ പുറകിലുള്ള ഒരു കോസ് എന്ന് പറയുമ്പോൾ വാസോ കൺസ്ട്രിക്ഷൻ ആണ് മൈഗ്രെയിന്റെ. അപ്പൊ അമൈൽ നൈട്രോസും ഹെൽപ്സ് ആസ് എ വാസോ ഡൈലേറ്റർ. അപ്പൊ എന്താ ചെയ്യാച്ച, അത് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ അക്യൂട്ട് എപ്പിസോഡ് ഇറ്റ് ക്യാൻ ബി കവേർഡ് അപ്പ്. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അമൈൽ നൈട്രോസത്തില്. കൺജസ്റ്റീവ് ഹെഡേക്ക്, വാസ്കുലർ ഹെഡേക്ക്, മെനോപോസൽ ഹെഡേക്ക്, ഇത് മൂന്നുമാണ്. ഇത് മൂന്നിലും കവർ ആവേണ്ടത്. സഡൻ റഷ് ഓഫ് ബ്ലഡ് ടു ദ ഹെഡ് സിമിലർ ടു ബെല്ലഡോണ, ത്രോബിംഗ് കരോട്ടിഡ്, ഫ്ലഷ്ഡ് ഫേസ്, ഫീലിംഗ് ഓഫ് ഹീറ്റ് ആൻഡ് ഫുൾനെസ്. ഇതിന്റെ ഏരിയയും ടെമ്പോറലും ഫ്രണ്ടലും ആണ്. കോസേഷൻ മെനോപോസൽ വിമനില് ഹീറ്റ് ഫ്ലഷസ് ഉണ്ടാവുമ്പോൾ ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്നാണ് അമൈൽ നൈട്രോസും. അപ്പൊ മെനോപോസിൽ ഉണ്ടാവാനേ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. മൈഗ്രെയിൻ അങ്ങനത്തെ കേസസും വരുമ്പോൾ വി ക്യാൻ തിങ്ക് ഓഫ് അമൈൽ നൈട്രോസും വെരി വെൽ. കാരണം അവർ ആ ചൂടെടുത്ത് വെപ്രാളം പിടിച്ച് ഇങ്ങനെയൊക്കെ ആ മെനോപോസൽ സിംറ്റം കൂടെ കാണിക്കുകയാണെങ്കിൽ അമൈൽ നൈട്രോസും കുറേയും കൂടി ഇൻഡിക്കേറ്റഡ് ആണ്. ഹീറ്റ്, എക്സൈറ്റ്മെന്റ്, ഇമോഷൻ ആൻഡ് ഹാർട്ട് ഡിസീസസും കവർ ആവുന്നുണ്ട് അമൈൽ നൈട്രോസത്തില്. അഗ്രിവേഷൻ, വാം ക്ലോസ്ഡ് റൂംസ് ആൻഡ് ടൈറ്റ് ക്ലോത്തിങ്. ഒത്തിരി ഒരു തിങ്ക് ഓഫ് എ മെനോപോസൽ ലേഡി, അവർക്ക് ചൂടെടുക്കണു, വേർക്കണു എന്നൊക്കെ പറയുന്നതാണ് അമൈൽ നൈട്രോസത്തിന്റെ ശരിക്കും ഒരു ഡ്രഗ് പിക്ചർ. അപ്പൊ വാമിന്റെ സമയത്ത് ക്ലോസ് റൂമിനകത്ത് ടൈറ്റ് ക്ലോത്തിങ്, ഇതൊക്കെയാണ് അഗ്രിവേറ്റിംഗ് ഫാക്ടർ. ഓപ്പൺ എയറിൽ അവര് കുറച്ചും കൂടെ പോയി പുറത്ത് നിന്ന് ഓപ്പൺ എയർ കിട്ടുമ്പോൾ ദേ ഫീൽ മച്ച് ബെറ്റർ. കോൾഡ് ആപ്ലിക്കേഷനിലും നല്ല ഡിഫറെന്റ് ആണ്. മെൻസസ് കഴിയുമ്പോഴും കുറച്ചൊന്ന് ബെറ്റർ ആവും. അതിന്റെ കൂടെ ഉണ്ടാവുന്ന ടിപ്പിക്കൽ അമൈൽ നൈട്രോസത്തിന്റെ സിംറ്റംസ് ആണ് പാൽപിറ്റേഷൻ ഉണ്ടാവും, നെഞ്ചടിപ്പ്, ഫ്ലഷിങ് ഉണ്ടാവും, മുഖം മുഴുവൻ ഇങ്ങനെ ചുമന്ന് തുടുത്ത്, അങ്ങനെ ആങ്സൈറ്റി ഉണ്ടാവും, ഫെയിന്റ്നെസ് ഉണ്ടാവും. പിന്നെ ഇതിന്റെ കീനോട്ട് എന്ന് പറയുന്നത് ബ്ലഡ് സീംസ് ടു ബി റഷിംഗ് അപ്വേർഡ്സ്. രക്തം എല്ലാം കൂടി മുഖത്തേക്ക് ഇങ്ങനെ ഓടിപ്പോയി ഇങ്ങനെ എല്ലാം കൂടി ഇവിടെ വന്ന് നിൽക്കുന്നു ഡോക്ടറെ എന്നാണ് സാധാരണ ആ മെനോപോസൽ ലേഡീസിൽ വരുന്ന ഒരു സിംറ്റം കാണാറുള്ളത്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോട്ടെ ഡോക്ടറെ. ഓക്കെ. പിന്നെ വരുന്നത് ബ്രയോണിയ ആൽബ ആണ്. ഈ ബ്രയോണിയ ആൽബ, ജെൽസീമിയം, ലക്നാന്തസ് ഒക്കെ നെക്ക് പെയിനും കൂടെ പറയുകയാണെങ്കിൽ സാധാരണ ഇൻഡിക്കേറ്റ് ആവാറുണ്ട്.
ഇപ്പൊ എല്ലാം എഴുതാൻ പറ്റില്ല, നമുക്ക് ഇത്രയും മെഡിസിൻസ് ഉണ്ട്. അതിൽ കുറെയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. റുമാറ്റിക് കൺജസ്റ്റീവ് ആൻഡ് ഗ്യാസ്ട്രിക് ഹെഡേക്ക്, സെർവൈക്കൽ സ്പാസമോ സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് പോലെ എന്തെങ്കിലുമൊക്കെ കാണാറുള്ളപ്പോൾ ഞാൻ ബ്രയോണെ കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സ്പ്ലിറ്റിംഗ്, ബേർസ്റ്റിംഗ്, ടേറിംഗ് പെയിൻ ആസ് ഇഫ് എവറിത്തിങ് വുഡ് ബേർസ്റ്റ് ഓപ്പൺ, എല്ലാം അങ്ങനെ തുറന്നു ഇത് എല്ലാം പൊട്ടിപ്പോകുന്നുള്ള ഒരു ഫീലിംഗ് ആണ്. റൈറ്റ് സൈഡിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് ഇതും ബ്രയോണിയും. പിന്നെ ഫോർ ഹെഡ് ഓക്സിപിറ്റൽ റീജിയനിൽ ഇവിടുത്തെ ഹെഡ് ഏക്കിന് ഇതും പിക്രിക് ആസിഡ്, ബ്രയോണിയ, ഇതൊക്കെ ജെൽസീമിയം, ഇതൊക്കെ നല്ലതാണ് മെഡിസിൻസ്. കോസേഷൻ എന്ന് പറയുന്നത് ഹീറ്റ്, മോഷൻ, ഓവർവർക്ക്, കോൺസ്റ്റിപ്പേഷൻ ആൻഡ് എക്സ്പോഷർ ടു സൺ, ഇതൊക്കെയാണ് കോസസ്. ചൂട് അനുഭവപ്പെടുക, ഒത്തിരി അനങ്ങുമ്പോ ഒന്ന് തല അനക്കുമ്പോ തന്നെ അവർക്ക് വല്ലാണ്ട് അഗ്രിവേറ്റ് ആവും. പിന്നെ ഒത്തിരി അതിയായിട്ട് ജോലി ചെയ്യണ ആൾക്കാര്, അതിന്റെ കൂടെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ, എക്സ്പോർട്ടർ ടു സൺലൈറ്റ് ഉണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ബ്രയോണിയ ആൽബ. മോഡാലിറ്റീസ് എന്ന് പറയുന്നത് ആഗ്രിവേഷൻ, മോഷൻ, സ്റ്റൂപ്പിംഗ്, കുനിയ, തല അനക്കുക, ചൂട്, ഇതൊക്കെയാണ് സാധാരണ അതിന്റെ ആഗ്രിവേറ്റിംഗ് ആയിട്ടുള്ളത്. എന്ത് ചെയ്താൽ കുറയും എന്നുള്ളതുണ്ടെങ്കിൽ പ്രഷറാണ്. പ്രഷർ അല്ല, നമ്മൾ നല്ല അമർത്തി കൊടുക്കുമ്പോൾ കുറയും. ലൈങ് സ്റ്റിൽ, അനങ്ങാണ്ട് കിടക്കണം ബ്രയോണിയ ആൾക്കാർക്ക്. ഒന്ന് അനങ്ങിയാലേ എനിക്ക് തലവേദന എടുക്കും ഡോക്ടറെ എന്ന് പറയുന്നത് ബ്രയോണിയ ഭയങ്കര ഇൻഡിക്കേറ്റഡ് ആവും. പിന്നെ കൂൾ ഓപ്പൺ എയർ. കൺകോമിറ്റൻസ്, അതിന്റെ കൂടെ ഉണ്ടാവുന്ന സിംറ്റംസ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്, ഡ്രൈ മൗത്ത്, ഭയങ്കര ഇറിറ്റബിൾ ആണ് അവര്. പിന്നെ തേഴ്സ്റ്റ് ഫോർ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ. പിന്നെ എപ്പോഴും അവരുടെ ജോലിനെ പറ്റിയൊക്കെ പറയും, കാരണം അവർക്ക് ജോലിക്ക് പോകണം. ഇങ്ങനെ തലവേദന വന്നു കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ പറ്റില്ല. അതൊരു ഇൻഡിക്കേഷൻ ആണ് ബ്രയോണിക്ക്. മസ്റ്റ് കീപ് പെർഫെക്റ്റ്ലി സ്റ്റിൽ, സ്ലൈറ്റസ്റ്റ് മോഷൻ ഇൻക്രീസസ് ദ പെയിൻ. ഓക്കെ, അനങ്ങാണ്ടിരിക്കണം, കുറച്ചൊന്ന് അനങ്ങിയാൽ തന്നെ തലവേദന കൂടും. പിന്നെ അടുത്ത് വരുന്നത് എപ്പിഫെഗസ് ആണ്. ഇത് വളരെ നല്ലതായിട്ടുള്ള ഒരു മെഡിസിൻ ആണ് ഇത്. എക്സേർഷൻ ഓഫ് ഫെറ്റീഗ് ഇൻഡ്യൂസ്ഡ് മൈഗ്രെയിൻ. ഓക്കെ, കുറെ ജോലിയൊക്കെ ചെയ്ത് കുറെ എക്സേർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന ഒരു മൈഗ്രെയിന് ഇത് കൊടുക്കാറുണ്ട്. സ്പെഷ്യലി മെന്റൽ ആൻഡ് ഫിസിക്കൽ എക്സേർഷൻ. ഓക്കെ, ഷോപ്പിങ്ങിന് പോണ ആൾക്കാര്, ഒത്തിരി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷോപ്പിംഗ് പോയി കഴിഞ്ഞാൽ ഉടനെ തലവേദന ഉണ്ടാവണം എന്ന് പറയുകയാണെങ്കിൽ എപ്പിഫൈഗസ് നല്ലതായിട്ട് ആക്ട് ചെയ്യും. അതിനു മുമ്പ് അവർക്ക് നല്ല വിശപ്പായിരിക്കും, കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അവർ ബെറ്റർ ആവും. ഷോപ്പിംഗ് എല്ലാം കഴിയുന്ന മുമ്പ് ഈ തലവേദന വരുന്നതിന് മുമ്പ് ഭയങ്കര വിശപ്പായിരിക്കും അവർക്ക്. ബെറ്റർ ബൈ സ്ലീപ്പ് ആൻഡ് വായില് സലൈവ വല്ലാണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ടബാക്കോ ആണോ എന്നൊക്കെ തോന്നും. ഈ എപ്പിഫൈഗസ് ഇസ് വൺ ഓഫ് ദ വെരി ഗുഡ് മെഡിക്കേഷൻസ്. ക്യാരക്ടർ ഓഫ് ദ പെയിൻ എന്ന് പറയുന്നത് ഒരു ഡൾ പ്രസിംഗ് പെയിൻ ഓൺ വൺ സൈഡ് ഓഫ് ദ ഹെഡ് ആണ്, റെക്കറിങ് ഇൻ ദ സെയിം പ്ലേസ്. എപ്പോഴും ഇതേ സൈഡിൽ വരും. ഒരു ഡൾ ആയിട്ടുള്ള പെയിൻ ആണ്, സിവിയർ ആയിട്ട് ബെല്ലണ പോലെ ത്രോബിങ്, ഹീറ്റ്, അങ്ങനത്തെ പെയിൻ അല്ല സാധാരണ എപ്പിഫൈഗസിന് കണ്ടിട്ടുള്ളത്. ടെമ്പോറൽ റീജിയൻ, സംടൈംസ് ഓക്സിപിറ്റൽ റീജിയൻ ക്യാൻ ഷിഫ്റ്റ് സൈഡ്സ്. ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഇസ് ഡിറൈവ് ഫ്രം ദ വേർഡ് മൈഗ്രേഷൻ ആണ്. ഒരു സൈഡിലല്ലാണ്ട് ഇങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ മൈഗ്രെയിൻ എന്നാണ് ആദ്യത്തെ പണ്ടത്തെ ഡെഫിനേഷൻ അതിന്റെ. കോസേഷൻ ഫെറ്റീഗ് ആണ്, ക്ഷീണം. വെച്ചാൽ ഒത്തിരി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് സ്ട്രെസ് എല്ലാം കഴിഞ്ഞ് ഒത്തിരി ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നതാണ് ഇത്. ഫെറ്റീഗ്, ക്ഷീണം. എക്സൈറ്റ്മെന്റ്, ഓവർ എക്സേർഷൻ, ട്രാവൽ ചെയ്തിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് എപ്പിഫൈഗസ് കൊടുക്കാം. ഓക്കെ, അതിന്റെ വേറെ നല്ലൊരു മെഡിസിൻ ആണ് ഒണസ്മോഡിയം. അത് പിന്നീട് നമുക്ക് കവർ ചെയ്യാം. ട്രാവൽ ചെയ്ത് എവിടെയെങ്കിലും ഹോളിഡേക്കൊക്കെ പോയിട്ട് വന്നിട്ട് അസുഖം വരുന്നത് എപ്പിഫൈഗസ് ഇസ് എ വെരി ഗുഡ് മെഡിസിൻ. അഗ്രിവേഷൻ, എക്സേർഷൻ, എക്സൈറ്റ്മെന്റ്, മെന്റൽ ആൻഡ് ഫിസിക്കൽ ഫെറ്റീഗ്. ഷോപ്പിംഗ് പോവാന്ന് പറയുന്നത് മെന്റൽ ഫെറ്റീഗും ആണ്, ഫിസിക്കൽ ഫെറ്റീഗും ആണ്. കിലോമീറ്ററോളം ഒരു മോളിലൊക്കെ പോവാണെങ്കിൽ എനിക്ക് തോന്നുന്നു രാവിലെ തുടങ്ങിയ വൈകുന്നേരം വരെ നടക്കാനുള്ളത് ഉണ്ടാവും ആൾക്കാർക്ക്, സ്പെഷ്യലി ഇപ്പോഴത്തെ മോളിന്റെ ഒക്കെ സൈസില്. പിന്നെ പിന്നെ പല പല എന്താ ഗോയിങ് ത്രൂ മെനി തിങ്സ്, ലുക്കിംഗ് അറ്റ് ദ റേറ്റ്, ഓൾ ദോസ്. ഓക്കെ, അമിലറേഷൻ, റെസ്റ്റ്. കിടന്ന് റെസ്റ്റ് എടുക്കാൻ നേരത്ത് ബെറ്റർ ആവും, ലൈങ് ഡൗണിന്റെ സമയത്തും ബെറ്റർ ആവും. കോൺകോമിറ്റൻസ് ഉള്ളത് ഇതിന്റെ കൂടെ വാട്ടർ ബ്രഷ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നോഷ്യ ഉണ്ടാവും, ഇറിറ്റബിൾ മൂഡായിരിക്കും, സൗണ്ടിനോട് ഇറിറ്റേറ്റഡ് ആവും, ഒരു ഒച്ച കേട്ട ഇറിറ്റേറ്റഡ് ആവും. ഒരേ സ്ഥലത്ത് വരുന്ന ഒരു സ്പോട്ട്, സെയിം സ്പോട്ടിൽ തന്നെ വരും ഇടയ്ക്ക് ഇങ്ങനെ. എപ്പോൾ ഞാൻ പുറത്തു പോയി കുറച്ചൊന്ന് എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാലും
ഉടനെ എനിക്ക് തലവേദന വരുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് യൂഷ്വലി എപ്പിഫേക്കസ് നല്ലോണം കവർ ആവും. അല്ലാണ്ട് വല്ലാണ്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമ്പോഴും ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ആ ഹെഡേക്കിനൊക്കെ നമുക്ക് എപ്പിഫേക്കസ് കൊടുക്കാം. മൂന്നാമത്തെ മെഡിസിന് ജെൽസീമിയ ആണ്. നെർവസ്, കൺജസ്റ്റീവ്, ആന്റിസിപ്പേറ്ററി ഹെഡേക്ക്. സ്കൂൾ ഗോയിങ് കുട്ടികൾക്ക് എക്സാമിനേഷൻ ഫങ്കിന്റെ സമയത്തൊക്കെ നമുക്ക് കൊടുക്കാം ഇത്. ഡൾ ഹെവി ഹെഡ്, ബാൻഡ് ലൈക്ക് സെൻസേഷൻ, ഫീൽസ് ഹെഡ് ഇസ് ടു ലാർജ് ആൻഡ് ഹെവി. തല വല്ലാണ്ട് ഭാരം തോന്നുന്നു. അതുകൊണ്ട് തന്നെ ചിലവർ നെക്കിന്റെ അവിടെയും ഓക്സിപിറ്റിന്റെ അവിടെയാണ് അവർ കൂടുതൽ പെയിൻ ഇങ്ങനെ പറയാ കുട്ടികള്. ഫോർഹെഡിലും പോകുന്നുണ്ട്. പിന്നെ ഓഫൻ റൈറ്റ് സൈഡ് ആണ് അത് കാണാറുള്ളത്. Causation, emotional excitement, anticipation, flu, sun and heat. പനിയും വന്ന് ആങ്സൈറ്റി ഉണ്ടാവും. എക്സാമിനേഷന്റെ ഫങ്കിന്റെ സമയത്ത് ജെൽസീമിയം അങ്ങനെ വരുന്ന കുട്ടികൾക്ക് മൈഗ്രെയിന്റെ സമയത്ത് കൊടുക്കാം. ഇമോഷണൽ എക്സൈറ്റ്മെന്റിൽ കൊടുക്കാം. സൺ ഹെഡേക്കിന് കൊടുക്കാം. ഹീറ്റ് വല്ലാണ്ട് ചൂടത്ത് പോയി നിന്നിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ സ്കൂളിൽ പോണ കുട്ടികൾക്ക് കാൽക്കേരിയ ഫോസ് ഇസ് ഓൾസോ വെരി ഗുഡ് മെഡിസിൻ ഫോർ ഹെഡേക്ക്. ഹെഡേക്സ്. പക്ഷെ ഇത് മൊഡാലിറ്റി പിന്നെ സ്മോക്കിങ്ങിനും ജെൽസീമിയം നല്ലൊരു മെഡിസിൻ ആണ്. അമിൽറേഷൻ ആഫ്റ്റർ യൂറിനേഷൻ ഇതൊരു ജെൽസീമിയത്തിന്റെ ഇറ്റ്സ് എ ബിഗ് സിംറ്റം ഓഫ് ജെൽസീമിയം. യൂറിനേഷൻ ചെയ്ത് കഴിയുമ്പോൾ ആ തലവേദന കുറച്ചൊന്ന് ബെറ്റർ ആയി എന്ന് പറയും. ക്വയറ്റ് റൂമില്, റെസ്റ്റില്, സ്ലീപ്പില്. ഇന്റർനെറ്റിന് ഇഷ്യൂ വല്ലതും ഉണ്ടോ മാം? ചെറിയൊരു നെറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു ഇടയ്ക്ക്. ഇപ്പൊ കുഴപ്പമില്ലേ? ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ. ഇപ്പം എഴുതി കാണിക്കണ്ടെന്ന് അതാണ് ചോദിച്ചേ. കോൺകോമിറ്റന്റ് ഇതിന്റെ കൂടെ ഉണ്ടാവുന്നത് ജെൽസീമിയത്തിന്റെ കൂടെ എപ്പോഴും ഡ്രൗസിനെസ് ഉണ്ടാവും. പല കുട്ടികളും ഈ പനി വന്ന് വരുമ്പോ ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് മിക്കവാറും നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ആണ് ജെൽസീമിയം. പിന്നെ ട്രെംബ്ലിംഗ് ഉണ്ടാവാറുണ്ട്. ഹെവിനെസ് ഓഫ് ഐലിഡ്സ് ആൻഡ് ബ്ലർഡ് വിഷൻ. കണ്ണിന് വല്ലാണ്ട് കാഴ്ചയില് നെറ്റ് പ്രോബ്ലം ഉണ്ട് കേട്ടോ. അതൊന്നും ആ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല. നെറ്റിന് കേട്ടില്ല. ലാസ്റ്റ് കേട്ടില്ല. ലാസ്റ്റ് ഒരു മിനിറ്റ് 2 മിനിറ്റ് കേട്ടില്ല. ഓക്കെ. ജെൽസീമിയം യൂറിനേഷൻ കഴിഞ്ഞാൽ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആവും. ഒച്ചൊന്നും ഇല്ലാണ്ട് കിടന്ന് ഉറങ്ങിയാലും ബെറ്റർ ആവും. റെസ്റ്റ്, സ്ലീപ്പ് ഇതിലൊക്കെയാണ് ബെറ്റർമെന്റ്. അതിന്റെ കൂടെ ഉണ്ടാവുന്ന സിംറ്റംസ് സാധാരണ കാണുന്നത് ഡ്രൗസിനെസ് ആണ്. വെച്ചാൽ ക്ഷീണം അല്ലാണ്ട് ഇങ്ങനെ തൂങ്ങിയിരിക്കുക. ട്രെംബ്ലിംഗ് ഉണ്ടാവും. ഹെവിനെസ് ഓഫ് ഐലിഡ്സ് കാണാറുണ്ട്. കണ്ണൊക്കെ ഇങ്ങനെ ഭാരം ഉണ്ടായിട്ട് ഹെവിനെസ് ആയിട്ടുണ്ട് ഡോക്ടറെ. കണ്ണൊക്കെ ഇങ്ങനെ ഭാരമായിട്ട് ഐലിഡ് ഇങ്ങനെ തൂങ്ങിയിരിക്കും. പിന്നെ ബ്ലർഡ് വിഷൻ ആണ്. ഹെഡേക്ക് വിത്ത് ഡ്രൗസിനെസ്, ഡൾനെസ് ആൻഡ് ഹെവി ഐലിഡ്സ് ഇതിന്റെ കീ നോട്ട് ആണ്. നെക്സ്റ്റ് മെഡിസിനിലേക്ക് പോകണം മാം. ഒത്തിരി ഉണ്ട്. ഗ്ലോണൈന്റെ മെയിൻ ആക്ഷന് വേറെ മെഡിസിൻ ഗ്ലോണൈൻ ആണ്. സ്പെഷ്യലി ഫോർ വിമൻ മെനോപോസൽ സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു മെഡിസിൻ ആണ്. സെറിബ്രോ വാസ്കുലർ കൺജഷൻ ആൻഡ് ഡയലേഷൻ. ഓക്കെ. ഗ്ലോണൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് യൂഷ്വലി വിത്ത് ഹൈപ്പർ ടെൻഷൻ നമ്മൾ കൊടുക്കാറുള്ള ഒരു മെഡിസിൻ ആണ് ഗ്ലോണൈന്. ടൈപ്പ് ഓഫ് മൈഗ്രെയിൻ എന്ന് പറയുന്നത് സൺ ഓർ ഹീറ്റ് ഇൻഡ്യൂസ്ഡ് മൈഗ്രെയിൻ. വെയിലത്ത് പോകുമ്പോഴോ അല്ല ചൂടെടുത്ത് കഴിഞ്ഞ് മൈഗ്രെയിൻ വരുമ്പോഴോ, പിന്നെ മെനോപോസൽ സമയത്ത് ഉണ്ടാവുന്ന മൈഗ്രെയിൻ, പിന്നെ ത്രോബിങ് ഹെഡേക്ക് ആയിരിക്കും അത് യൂഷ്വലി കണ്ടിട്ടുള്ളത്. ഹെഡ് ബേർസ്റ്റിംഗ് സെൻസേഷൻ ഉണ്ടാവും. തല ഇപ്പൊ പൊട്ടണു എന്നുള്ളൊരു ഫീലിംഗ്. പൾസേഷൻ ഉണ്ടാവും. ഇങ്ങനെ പട്ട് എന്നുള്ള ഫീലിംഗ്. ഗ്ലോണൈനും ഇതുപോലെ ഫുൾനെസ് ഉണ്ടാവും. തല മുഴുവൻ ഭാരമായിട്ടുണ്ട്. ആഗ്രിവേഷൻ, ഹീറ്റ്, സൺ, മോഷൻ. അപ്പം യൂഷ്വലി നമ്മൾ സൺസ്ട്രോക്കിനൊക്കെ കൊടുക്കുന്ന ഒരു മരുന്നാണിത്. ഹീറ്റ്, സൺ, മോഷൻ. അമിൽറേഷൻ, കോൾഡ്, അൺകവറിംഗ് ഹെഡ്. ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുമ്പോൾ ഫേസ് ബെലഡോണെ പോലെ വളരെ ഫ്ലഷ്ഡ് ആയിട്ടുള്ള ഫേസ് ആയിരിക്കും ഇതും. കരോട്ടിഡ്, ത്രോബിംഗ് കരോട്ടിഡ് ആൻഡ് ഗ്ലോണൈൻ ഒരു ഇതുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാവും എപ്പോഴും ഗ്ലോണൈൻകാർക്ക്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകണം മാം. ഓക്കെ. പിന്നെ പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് ഐറിസ് വെസിക്കുലാരിസ്. ഗ്യാസ്ട്രിക് ഹെഡേക്ക്, ബിലിയസ് ഹെഡേക്ക് ആൻഡ് പീരിയോഡിക് മൈഗ്രെയിൻ. ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു മെഡിസിൻ ആണ് ഈ ഐറിസ്, എസ്പെഷ്യലി ഫോർ മൈഗ്രെയിൻ വിത്ത് വെരി ഗുഡ് റിസൾട്ട്സ്.
ഭക്ഷണം ഇങ്ങനെ വെളിയിൽ പോയി എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ച് യുനോ വയറൊക്കെ കേടാവുക, അപ്പൊ തലവേദന വരുന്നു. ഇപ്പൊ യൂഷ്വലി ഈ മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഗ്യാസ്ട്രിക് സിംറ്റംസ് കാണാറുണ്ട്. ഛർദ്ദിക്കാൻ വരിക, നോഷ്യ, വോമിറ്റിംഗ് ഉണ്ടാവാറുള്ള ഇതാണ് ഈ മൈഗ്രെയിൻ ഹെഡേക്ക്. പിന്നെ ബിലിയസ് വോമിറ്റിംഗ്, പിത്തം ഛർദ്ദിക്കുക, പീരിയോഡിക് മൈഗ്രെയിൻ, റെഗുലർ ടൈമിൽ ഇങ്ങനെ മൈഗ്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഐറിസ് നല്ലൊരു ഇൻഡിക്കേറ്റഡ് മെഡിസിൻ ആണ്. ന്യൂറാൾജിക് പെയിൻ ആയിരിക്കും, നെർവ്സിനെ ഇൻവോൾവ് ചെയ്യണ, നെർവ്സിന് തന്നെ ഇൻവോൾവ്മെന്റ് ആയതുകൊണ്ട് തന്നെ അതിന് ബേണിംഗ് പെയിൻ ആയിരിക്കും. നമ്മുടെ ഫോസ്ഫറസ് മാതിരി എപ്പോഴും ഒരു ബേണിംഗ് സെൻസേഷൻ ആയിരിക്കും. വിത്ത് വോമിറ്റിംഗ് ഓഫ് സവർ ഓർ ബിറ്റർ ഫ്ലൂയിഡ്. ബിലിയസ് ആയതുകൊണ്ട് കയ്പുള്ള ഒരു ഫ്ലൂയിഡ് ആയിരിക്കും ഛർദ്ദിക്കുണ്ടാവുക. ലൊക്കേഷൻ യൂഷ്വലി റൈറ്റ് സൈഡ് ഓഫ് ദ ഹെഡ്, ഫ്രോണ്ടൽ, എക്സ്റ്റെൻഡിങ് ടു ദ ഐസ് ആൻഡ് നെക്സ്. റൈറ്റ് സൈഡ് ഓഫ് ദ ഹെഡും ഐസും നെക്ക് വരെയൊക്കെ പോണ ഒരു ഹെഡേക്ക് ആണ് സാധാരണ ഐറിസിന്റെ. ഇൻഡൈജഷൻ ഒരു കോസ് ആണ്. സ്വീറ്റ്സ് ഒത്തിരി കഴിച്ചിട്ട്, ഫാറ്റി ഫുഡ് ഒത്തിരി കഴിച്ചിട്ടൊക്കെ വരുന്ന ഒരു മെഡിസിൻ ആണ് ഐറിസ്. സൺഡേ ഹെഡേക്സ് ഇതിന് പറയാം. യൂഷ്വലി സാങ്കുനേറിയ ഇതുപോലെ തന്നെയാണ്, അത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സൺഡേ ഹെഡേക്സ് എന്ന് പറയുന്നത് യൂഷ്വലി എന്താ പറ്റുക വെച്ചാൽ നമ്മൾ ആ സമയത്താണ് കൂടുതൽ റിച്ച് ഫുഡ് കഴിക്കുക. വീക്ക് ഡേയ്സിലൊന്നും നമ്മൾ അത്ര റിച്ച് ഫുഡ് ഉണ്ടാക്കോ അല്ലെങ്കിൽ ഒരു പാർട്ടീസോ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സ്വീറ്റ് ഫുഡും സ്വീറ്റ്സും ഫാറ്റി ഫുഡൊക്കെ കഴിച്ചുണ്ടാവുന്നതാണ് ഈ ഐറിസിന്റെ ഹെഡേക്ക്. അഗ്രിവേഷൻ ബിഫോർ ആൻഡ് ഡ്യൂറിങ് മെൻസസ്, ഈറ്റിംഗ് സ്വീറ്റ്സ്, ഫാറ്റി ഫുഡ്. മെൻസസിന് ബിഫോറോ മെൻസസിന് ആഫ്റ്ററോ ഐറിസിന് കാണാറുണ്ട് ഹെഡേക്ക്. ഭക്ഷണം വലിച്ചുവാരി കഴിക്കുമ്പം ആന്റിംപ്രൂഡിന് അത്ര പോലെ ഗ്ലോട്ടനി അല്ലെങ്കിലും അവരും ഇഷ്ടമുള്ളത് നല്ലോണം ആസ്വദിച്ച് കഴിക്കും. പിന്നെ സ്വീറ്റ്സ് കഴിക്കുക, ഫാറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അവർക്ക് എപ്പോഴാ കുറയാന്ന് പറയുമ്പോൾ എല്ലാ മൈഗ്രെയിനും മിക്ക ആമിൽറേഷൻ, സ്ലീപ്പും ക്വയറ്റ് ആണ്. ഇതിന്റെ കൂടെ ആസിഡിക് വോമിറ്റിംഗ് ഉണ്ടാവും. പിന്നെ ഡയറി ഉണ്ടാവും ചിലർക്ക്. വിഷ്വൽ ഓറ, ബ്ലറിംഗ് ഓഫ് വിഷൻ ഉണ്ടാവും. Headache with vomiting of bile and acid fluids. Glonine അറിയാണ്ട് ഒരു വശം കൂടെ എഴുതി മാം. അടുത്തത് ലാക്കസിസ് ആണ്. ക്ലൈമാട്രിക് കൺജസ്റ്റീവ് ലെഫ്റ്റ് സൈഡഡ് മൈഗ്രെയിൻ ആണ്. ലാക്കസിന്റെ ഒരെണ്ണം എന്താണെന്ന് വെച്ചാല് ഇറ്റ് വിൽ ഫീൽ ബെറ്റർ ബൈ നാച്ചുറൽ ഡിസ്ചാർജസ്. മില്ലിലോട്ടസിനും ഉണ്ട് ഇങ്ങനെ ഡിസ്ചാർജസ് കഴിയുമ്പോൾ ബെറ്റർ ആവുന്നത്. മില്ലിലോട്ടസിന് നാച്ചുറൽ ഓർ എനി കൈൻഡ് ഓഫ് ഡിസ്ചാർജ്, മൂക്കിൽ കൂടെ എപ്പിസ്റ്റാക്സിസ് വന്നാലും അവരുടെ ഹെഡേക്ക് ബെറ്റർ ആവും. പക്ഷെ ലാക്കസിന്റെ യൂഷ്വലി നോർമൽ നാച്ചുറലി അപ്പിയറിംഗ് ഡിസ്ചാർജസ് വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് അത്രയും ഡിഫറൻസ് കാണാറുള്ളൂ. ക്ലൈമാട്രിക് പീരിയഡിലെ ഹെഡേക്സ് ആണ്, കൺജസ്റ്റീവ് ഹെഡേക്ക് ആണ്, ലെഫ്റ്റ് സൈഡഡ്. വി നോ ലാക്കസിസ് ഇസ് ലെഫ്റ്റ് സൈഡഡ് റെമഡി. ലെഫ്റ്റ് സൈഡഡിലെ ഹെഡേക്ക് ആണ്. പിന്നെ ക്യാരക്ടർ ഓഫ് ദ ഹെഡേക്ക് എന്ന് പറയുന്നത് ത്രോബിംഗ്, ബേർസ്റ്റിംഗ്, പ്രസ്സിംഗ് പെയിൻ begins on the left side and then goes to the right side. Okay. Left temple eye extends to occiput. ഒരു കേസ് ലൈക്കോപോഡിയം വെച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട്. He was diabetic also and the headache always begins on the right and goes to the left. അപ്പം we all know that right to left അതാണ്. അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ഓർഗനോപ്പത്തിമാരി നമുക്ക് ആ ലൈക്കോപോഡിയം അതിനായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ലൊക്കേഷൻ ഇതിന്റെ ലെഫ്റ്റ് ടെമ്പിൾ ആൻഡ് ഐ ആൻഡ് ഇറ്റ് എക്സ്റ്റെൻസ് ടു ദ ഓക്സിപിറ്റൽ റീജിയനിലേക്ക്. ടെമ്പിളിൽ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഒരു പെയിൻ ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ. കോസേഷൻ എന്ന് പറയുന്നത് മെനോപോസൽ സമയത്ത് ഇതും ഉപയോഗിക്കാം. അമൈലൈട്രോസോം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതും നല്ലൊരു മെഡിസിൻ ആണ്. ഹോർമോണൽ ചേഞ്ചസ്, സപ്രസ് ഡിസ്ചാർജസ്. അഗ്രിവേഷൻ, ഹീറ്റ് ആഫ്റ്റർ സ്ലീപ്പ്, ടൈറ്റ് കോളേഴ്സ്, പ്രഷർ, അമിൽറേഷൻ, ഡിസ്ചാർജ്. നോസ് ബ്ലീഡും ചിലപ്പം ഇതിലും കുറയുണ്ട്. പക്ഷെ ഇതിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് നാച്ചുറൽ ഡിസ്ചാർജസിലാണ് ലാക്കസിസ് ഉണ്ടാവുക. മോർ ദാൻ മെല്ലിലോട്ടസിൽ മെജോറിറ്റി എപ്പിസ്റ്റാക്സിസിലും ഉണ്ടാവാറുണ്ട് ഓപ്പൺ എയർ. കോൺകോമിറ്റന്റ് എന്ന് പറയുന്നത് ദ വെരി ടോക്കറ്റീവ്, വെരി ലൊക്കേഷ്യസ്. അവരുടെ ഡ്രസ്സിംഗ് ഒക്കെ കുറച്ചും കൂടെ ഫ്ലാഷി ആയിട്ടുള്ള ഡ്രസ്സിംഗ് ആയിരിക്കും. അവര് ദേ വിൽ ജസ്റ്റ് വെയർ ഡ്രസ്സസ് വിച്ച് സ്ലൈറ്റ്ലി ബ്രൈറ്റ് കളേർഡസ് ഒക്കെ ആയിരിക്കും ആ ലാക്കസിന്റെ ആൾക്കാർ. തിങ്ക് ഓഫ് ദ മെന്റൽസ്. ഹോട്ട് ഫ്ലഷസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ഹെഡേക്ക് റിലീവ്ഡ് ആസ് സൂൺ ആസ് ദ ഡിസ്ചാർജ് അപ്പിയേഴ്സ്. മെൻസസ് ഉണ്ടാവില്ല ഡോക്ടർ, മെൻസസ് കുറച്ച് ഡിലേ ആയി പക്ഷെ ഭയങ്കര മൈഗ്രെയിൻ ആയിട്ടുണ്ടെന്ന് പറയും.
മെൻസസ് വന്ന് ആ ഫ്ലോ നല്ലോണം ആയി തുടങ്ങിയപ്പോഴത്തേക്ക് എന്റെ തലവേദന കുറഞ്ഞു. ലാക്കസ് ഇസ് എ വെരി ഗുഡ് ഇൻഡിക്കേഷൻ. അടുത്തത് മെല്ലിലോട്ടസ് ആണ്. കൺജസ്റ്റീവ് ഹെഡേക്ക്, ഹൈപ്പറെമിക് ഹെഡേക്ക് വിത്ത് പുവർ കോൺസെൻട്രേഷൻ, മെമ്മറി ആൻഡ് സസ്പിഷ്യസ്. ഇവർക്ക് കോൺസെൻട്രേഷൻ ഡിഫിക്കൽട്ടി, മെമ്മറി കുറയുക, ഇങ്ങനെയൊക്കെ ലാക്കസസ് ആൾക്കാർ ഭയങ്കര ഷാർപ്പാണ്, അവർ ഭയങ്കര ഇന്റലിജന്റ് ആണ്. മെല്ലിലോട്ടസും ഇതും തമ്മിൽ എന്താ ഡിഫറൻസ് എന്നുള്ള, ഇവർ ഈ മെല്ലിലോട്ടസുകാര് സ്പെഷ്യലി ഡ്യൂറിങ് ദിസ് ഹെഡേക്ക് ദേ ഹാവ് വീക്ക്നെസ് ഓഫ് മെമ്മറി. ഒരു ഭയങ്കര ലീഡിങ് ഒരു ഇതാണ്, സിംറ്റം ആണ് അത്. കൺജസ്റ്റീവ് ഹെഡേക്ക് ആണ്. ദെൽ ബി ഫുൾനെസ്, ത്രോബിംഗ്, ബേർസ്റ്റിംഗ് സെൻസേഷൻ, റിലീവ് ബൈ നോസ് ബ്ലീഡിങ്. അവര് ഈ കൺജഷൻ, ആ നോസിന്റെ അവിടെ ആ ബ്ലഡ് കൺജസ്റ്റഡ് ആയിരിക്കുമ്പോൾ വരുന്ന ഒരു ഹെഡേക്കിനും മെല്ലിലോട്ടസ് കൊടുക്കാറുണ്ട്. അത് അങ്ങനെ വരുമ്പോഴത്തേക്കും മൂക്കിന്ന് ബ്ലഡ് വരുമ്പോഴത്തേക്കും നല്ല ബെറ്റർ ആയിട്ട് എന്ന് പറയാം. ലാക്കസിനെക്കാട്ടിലും കൂടുതൽ നോസ് ബ്ലീഡിനെ ഇൻഡിക്കേറ്റ് ആവുന്നത് മെല്ലിലോട്ടസ് ആണ്. ലൊക്കേഷൻ ഫോർ ഹെഡ് ആണ്, പിന്നെ സംടൈംസ് ഹോൾ ഹെഡ്. കോസേഷൻ ഹീറ്റ്, കൺജഷൻ, സപ്രസ്ഡ് എപ്പിസ്റ്റാക്സിസ്. മൊഡാലിറ്റി എന്ന് പറയുന്നത് ഹീറ്റ്, സൺ ആൻഡ് എക്സൈറ്റ്മെന്റ്, അമിലേഷൻ, എപ്പിസ്റ്റാക്സിസ് ആൻഡ് കോൾഡ് എയർ. അഗ്രിവേഷൻ ഹീറ്റ്, സൺ, വെയിലത്ത് പോകുമ്പോൾ, ചൂടെടുക്കുമ്പോൾ മെല്ലിലോട്ടസും മോസ്റ്റ് ഓഫ് ദീസ് ഈ ബ്ലീഡിംഗ് റെമഡീസ് ഒക്കെ ഹീറ്റ് അഗ്രിവേഷൻ ആണ്. എപ്പിസ്റ്റാക്സിസ്, അമിലേഷൻ, എപ്പിസ്റ്റാക്സിസ്, അമിലേഷൻ, കോൾഡ് എയർ. Concomitant red flushed face and engorged veins. Congestive headache relieved by bleeding from the nose. മൂക്കിന്ന് ബ്ലഡ് വന്നു കഴിഞ്ഞാൽ ഒട്ടനെ ഹെഡേക്ക് കുറയാണെങ്കിൽ അതിന് നല്ലൊരു മെഡിസിൻ ആണ് മെല്ലിലോട്ടസ്. പിന്നെ ഉള്ളത് നാട്രമൂർ ആണ്. പീരിയോഡിക് ഹെഡേക്ക് ഉണ്ടാവും. അതേ സമയത്ത് വരുന്ന ഹെഡേക്ക്, ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാര്, ഇമോഷൻ പുറത്തേക്ക് കാണിക്കാത്ത ആൾക്കാര്. സൺ, അനീമിക് ഹെഡേക്ക്, സ്പെഷ്യലി പെൺകുട്ടികൾക്ക് അനീമിയ ഉണ്ട്, ബ്ലഡും കുറവാണ്, പിന്നെ ഹെഡേക്ക് ഉണ്ടെങ്കിൽ നാട്രമൂർ വളരെ, സ്പെഷ്യലി യങ് ഗേൾസ്, നല്ലൊരു മെഡിസിൻ ആണ് നാട്രമൂർ. ത്രോബിംഗ് ആൻഡ് ഹാമറിംഗ് ഹെഡേക്ക്, ഓഫൻ വിത്ത് ഓറ. ഗ്രീഫ്, കോസേഷൻ എന്ന് പറയുന്നത് ഗ്രീഫ്, സപ്രസ്ഡ് എമോഷൻസ്, സൺ ആൻഡ് റീഡിങ്. വളരെ ഭയങ്കര സങ്കടങ്ങൾ ഉണ്ടാവുക, സങ്കടമൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ച് തലവേദന വരികയാണെങ്കിൽ നാട്രമൂർ നല്ലൊരു മെഡിസിൻ ആണ്. അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഫ്രോണ്ടൽ റീജിയൻ ആൻഡ് സുപ്രാ ഒബൈറ്റൽ റീജിയൻ ആണ്. കണ്ണിന്റെ അവിടെയും പിന്നെ ലെഫ്റ്റ് ഫ്രോണ്ടൽ റീജിയനിലാണ് അതിന്റെ ഹെഡേക്ക് കാണാറുള്ളത്. അഗ്രിവേഷൻ സൺ ഹെഡേക്ക്, നാട്രമൂർ നമുക്കറിയാം ഹീറ്റ് അഗ്രിവേറ്റ് ചെയ്യുന്നുണ്ട്. മെന്റൽ സ്ട്രെയിൻ, ഒത്തിരി ബുക്കൊക്കെ വായിച്ച് കുറെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും കുട്ടികൾക്ക് തലവേദന വരുന്നത് വി ക്യാൻ ഗിവ് നാട്രമൂർ. അമൽറേഷൻ, സ്ലീപ്പ്, ഡാർക്ക്നെസ്, പ്രഷർ, കോൾഡ് ആപ്ലിക്കേഷൻ. അതിന്റെ കൂടെ ഉണ്ടാവുന്ന സിംറ്റംസ് യൂഷ്വലി നാട്രമൂറിന് ഡ്രൈ ലിപ്സ് ഉണ്ടാവും, ക്രേവിംഗ് ഫോർ സോൾട്ട്, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കിടന്ന് കരയുക, ഉപ്പ് വേണമെന്ന് ഉപ്പ് കുറച്ച് എക്സ്ട്രാ എടുത്തിരുന്ന കുട്ടികള്, പിന്നെ ഫോസ്ഫറസും ആയിരിക്കാം ചിലപ്പം. എന്തായാലും ഇതിന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കരയുക, ഇതൊക്കെയാണ് സാധാരണ നാട്രമൂറിൽ കാണാറുള്ളത്. ഹെഡേക്ക് ഫ്രം സൺ ഓർ ഗ്രീഫ് ആൻഡ് എൻഡ്സ് വിത്ത് യൂറിനേഷൻ ഓർ ടിയേഴ്സ്. നേരത്തെ നമ്മൾ ജെൽസീമിയം അമിൽറേഷൻ ബൈ യൂറിനേഷൻ എന്ന് പറഞ്ഞു. ഇത് ഹെഡേക്ക് വന്നു കഴിയുമ്പോൾ അത് പോയി മൂത്രമൊഴിക്കോ അല്ലെങ്കിൽ കരച്ചിലോ കരയുമ്പോൾ കുറച്ചൊന്ന് ബെറ്റർ ആവാറുണ്ട് ഇവര്. പിന്നെ ഉള്ളത് നാട്രം സൾഫാണ്. നാട്രം സൾഫ് എനിക്കൊരു കേസ് ഉണ്ടായത്, അവർക്ക് മഴക്കാലത്ത് മാത്രമേ ഹെഡേക്ക് വരുള്ളൂ, പീരിയോഡിക് ആയിട്ട് മഴക്കാലത്ത് മാത്രമേ വരുള്ളൂ. അപ്പം പീരിയോഡിക് ആയതുകൊണ്ട് തന്നെ നാട്രം ഗ്രൂപ്പിൽ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ അത് പിന്നെ ഇവർക്ക് അതിന്റെ കൂടെ ചെറിയൊരു വീസിങ് ഉണ്ടാവും ആ സമയത്ത്. അപ്പൊ അങ്ങനെ നാട്രം സൾഫ് കൊടുത്തിട്ട് അവരുടെ ഹെഡേക്ക് മാറിയിട്ടുള്ള ഒരു കേസ് ഉണ്ട്. ബിലിയസ് ഹെഡേക്ക് ആണ് പോസ്റ്റ് ട്രോമാറ്റിക് തലയിൽ അടിപെടുക ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മൾ നല്ലൊരു മെഡിസിൻ ആണ് നാട്രം സൾഫ്. ബിലിയസ് ഹെഡേക്ക്, ഛർദിക്കുന്നത്, ബിലിയസ് വോമിറ്റിംഗ്, പിത്തം വോമിറ്റ് ചെയ്യുക, ഡാംപ് വെതർ ഹെഡേക്ക്, മഴക്കാലത്തൊക്കെ ഉണ്ടാകുമ്പോൾ തണുപ്പൊക്കെ ഉള്ള സ്ഥലത്തുള്ള ഹെഡേക്കിനൊക്കെ ഇത് കൊടുക്കാറുണ്ട്. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഡൾ, ഹെവി, ബേർസ്റ്റിംഗ് പെയിൻ, സ്ലഗ്ഗിഷ് ലിവർ ടൈപ്പ് ആണ്. അവരുടെ ഡൈജഷൻ എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവും, അവർക്ക് ഗ്യാസ് ഉണ്ടാവും, അവർക്ക് എപ്പോഴും പരാതി ഉണ്ടാവുക ഡൈജഷന്റെ പേരിലാണ്. ലൊക്കേഷൻ ലെഫ്റ്റ് സൈഡ് ഓക്സിപിറ്റൽ ആൻഡ് ഫോർഹെഡ് ആണ്. ലെഫ്റ്റ് സൈഡ് ഓക്സിപിറ്റൽ റീജിയൻ പുറകില്, പിന്നെ ഫോർഹെഡ് റീജിയൻ. ഹ്യൂമിഡ് വെതർ, ഹെഡ് ഇഞ്ചുറി, ലിവർ ഡിസോർഡേഴ്സ് ആണ് കോസേഷൻസ്.
damp weather, morning headaches, amelioration by warm, dry air, pressure. Bryonium, bell പോലെ തന്നെ pressure കൊടുക്കുമ്പോൾ they feel better. Concomitant bitter taste ഉണ്ടാവും, വായിൽ ഒരു കയ്പ് taste ഉണ്ടാവും, coated tongue, flatulence. Headache in damp weather with bilious symptoms. പിന്നെ വരുന്നത് നക്സോമിക്ക ആണ്. നക്സോമിക്ക ഗ്യാസ്ട്രിക് നെർവസ് സിഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഹെഡേക്ക്, ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുക, നേരത്തെ പറഞ്ഞ മാതിരി വൈനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഹെഡേക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നക്സോമിനെ പറ്റി ആലോചിക്കാം. പ്രസിംഗ് ഹെഡേക്ക്, കൺജസ്റ്റീവ് പെയിൻ വിത്ത് ഇറിറ്റബിലിറ്റി ആൻഡ് സെൻസിറ്റിവിറ്റി. ഒത്തിരി ഇറിറ്റേറ്റഡ് ആയിരിക്കും. നക്സോമിക്കക്കാരോട് പോയിട്ട് ഒരു പ്രാവശ്യം എന്തെങ്കിലും ചോദിച്ച് രണ്ടാമത് ചോദിച്ചാൽ അവർക്ക് ഇറിറ്റേറ്റഡ് ആവും. ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ, ഞാൻ കേട്ടു എന്നൊക്കെ പറയും. അങ്ങനത്തെ അത്രയും ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ആയിരിക്കും നക്സോമിക്ക. അതിന്റെ യൂഷ്വലി ലൊക്കേഷൻ ഫ്രോണ്ടൽ, ഓവർ ദ ഐസ്, ഓക്സിപിറ്റ് ആൻഡ് റൈറ്റ് സൈഡഡ് ആണ് പ്രിഡോമിനന്റ് ആയിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷെ ബോത്ത് സൈഡ്സ് വി ക്യാൻ യൂസ് ഇറ്റ്. കോസേഷൻ, കോഫി, ആൽക്കഹോൾ, ലേറ്റ് നൈറ്റ്, സ്ട്രെസ് ആൻഡ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. കോഫി കുടിക്കുക, ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുക, രാത്രി മുഴുവൻ ഇരുന്ന് ജോലി ചെയ്യുക, സ്ട്രെസ് എടുക്കുക, അതിന്റെ കൂടെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ലിവർ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നക്സോമിയെ പറ്റി ആലോചിക്കാം. അഗ്രിവേഷൻ, മോർണിംഗ്, രാവിലെ എണീക്കുമ്പോൾ തന്നെ അവർക്ക് ഇറിറ്റേറ്റഡ് ആയിരിക്കും, നോയ്സ്, ലൈറ്റ്, മോഷന്, ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് ഒരുമാതിരി ബുദ്ധിമുട്ടാണ്. അമൽറേഷൻ, റെസ്റ്റ്, വാം ആൻഡ് സ്ലീപ്പ്, നല്ലതായിട്ടൊന്ന് കൊടുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ബെറ്റർ ആവും ഡോക്ടറെ എന്നൊക്കെ പറയുന്ന കേസസ് ആയിരിക്കും യൂഷ്വലി നക്സോമിക്ക. കാരണം അവർക്ക് ഉറക്കെ കിട്ടണില്ല, കാരണം അത്രയ്ക്ക് ജോലിയായിരിക്കും. നൈറ്റ് മുഴുവൻ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഉറക്കം കിട്ടി കഴിയുമ്പോൾ കുറച്ച് ബെറ്റർ ആവും. പിന്നെ കോൺകോമിറ്റന്റ് എന്ന് പറയുന്നത് നോഷ്യ, കോൺസ്റ്റിപ്പേഷൻ, ഇറിറ്റബിലിറ്റി ആണ്. ഇത് മൂന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ യൂഷ്വലി നക്സോമിക്ക ഇസ് എ ഗുഡ് റെമഡി. ഹെഡേക്ക് ഫ്രം ബിസിനസ് സ്ട്രെസ് ആൻഡ് ഓവർ ഇൻഡൾജൻസ്, ബിസിനസ് ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് യൂഷ്വലി ഓൺടർപ്രൂണേഴ്സ് ആൻഡ് ഓൾ ദ സ്റ്റാഫ്. ഇത് നമ്മൾ സിഇഒ ഓഫ് എ കമ്പനിയൊക്കെ നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റും, കാരണം അത് അയാളുടെ ഷോൾഡർ ആയിരിക്കുമല്ലോ. അപ്പൊ കുറെ സ്ട്രെസ് എടുക്കുക, ഓവർ ഇൻഡൾജൻസ്, പാർട്ടീസ്, അതൊക്കെ ഉണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് മെഡിസിൻ. അടുത്തത് ഓനസ്മോഡിയം ആണ്. ഓനസ്മോഡിയം ഇസ് എ ലെഫ്റ്റ് സൈഡഡ് ഹെഡേക്ക്. ഓക്കുലർ ഓർ സെക്ഷൽ എക്സോഷൻ, ഹെഡേക്ക്, കോൺസെൻട്രേഷൻ വീക്ക്, ടിംഗ്ലിംഗ് സെൻസേഷൻ, ന്യൂറസ്തേനിയ, സ്റ്റട്ടറിംഗ് ഗേറ്റ്. ലെഫ്റ്റ് സൈഡഡ് ഹെഡേക്ക് ആണ്. ഓക്കുലർ, കണ്ണിന്റെ അവിടെ ഉണ്ടാവുന്ന ഹെഡേക്കും പിന്നെ സെക്ഷൽ എക്സസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കും കൊടുക്കാൻ പറ്റിയ ഒരു മെഡിസിൻ ആണ് ഓനസ്മോഡിയം. കോൺസെൻട്രേഷൻ, വീക്ക്നെസ് ഓഫ് കോൺസെൻട്രേഷൻ, ആസിഡ് വാസിനെ പറ്റിയും നമുക്ക് ഇതിൽ എടുക്കാനുള്ളതേ ഉള്ളൂ. പക്ഷെ ഓനസ്മോഡിയം കൂടുതൽ മൈഗ്രെയിനായിട്ട് വരുന്ന ഒരു ഓർഗനോപ്പത്തി മെഡിസിൻ ആയതുകൊണ്ടാണ് ഞാൻ അത് എടുത്തിട്ടത്. ടിംഗ്ലിംഗ് സെൻസേഷൻ, ന്യൂറാസ്തീനിയ, നെർവ്സ് ഇൻവോൾവ്മെന്റ് ഉണ്ടാവും ഓനസ്മോഡിയത്തിന്. പിന്നെ ഗേറ്റ് സ്റ്റട്ടറിങ് ആയിരിക്കും, നമ്മൾ നടക്കാൻ നേരത്തൊക്കെ ഇങ്ങനെ ഒന്ന് കുലിങ് ഇങ്ങനെ അനങ്ങി ഇങ്ങനെ ഷേക്ക് ചെയ്തായിരിക്കും നടക്കുന്നുണ്ടാവുക. ലൊക്കേഷൻ ലെഫ്റ്റ്, ടൈപ്പ് ഓഫ് പെയിൻ, ഡൾ ഹെവി പെയിൻ വിത്ത് സ്റ്റിഫ്നെസ് ഇൻ നെക്ക് ആൻഡ് ഐ സ്ട്രെയിൻ. നെക്കിന് അവിടെയും പെയിനും സ്റ്റിഫ്നെസ്സും ഉണ്ടാവും. പിന്നെ കണ്ണിന് ഐ സ്ട്രെയിൻ ഉണ്ടാവാറുണ്ട്. പിന്നെ അത് കോസേഷൻ എന്ന് പറയുന്നത് ഐ സ്ട്രെയിൻ, സെക്ഷൽ വീക്ക്നെസ് ആൻഡ് നെർവസ് എക്സോഷൻ ആണ്. ഓക്കെ, ഇപ്പൊ യൂഷ്വലി ലോങ് ഹോളിഡേ എല്ലാം കഴിഞ്ഞ്, എസ്പെഷ്യലി ഹണിമൂൺ എല്ലാം കഴിഞ്ഞിട്ടൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനത്തെ ഒരു കേസിന് ഞാൻ ഓനസ്മോഡിയം കൊടുത്തിട്ടുണ്ട്. അഗ്രിവേഷൻ, റീഡിംഗ്, എക്സേർഷൻ ആൻഡ് മോഷൻ. അമൽറേഷൻ, റെസ്റ്റ്, സ്ലീപ്പ് ആൻഡ് ക്ലോസിംഗ് ഐസ്. കോൺകോമിറ്റന്റ് എന്ന് പറയുന്നത് ഡിം വിഷൻ ഉണ്ടാവും, വെർട്ടൈഗോ ഉണ്ടാവും, ഡൾനെസ് ഉണ്ടാവും, മെന്റൽ സ്ലഗ്ഗിഷ്നെസ് ഉണ്ടാവും. സോ ഇറ്റ് ഇസ് എ ടിപ്പിക്കൽ റെമഡി ഫോർ ഐ സ്ട്രെയിൻ, ഫ്രം ഐ സ്ട്രെയിൻ, സെക്ഷൽ വീക്ക്നെസ് ആൻഡ് ലെഫ്റ്റ് സൈഡഡ് റെമഡി ആണ്. പിന്നെ വരുന്നത് പിക്രിക് ആസിഡ് ആണ്. പിക്രിക് ആസിഡ് വളരെ നല്ലൊരു മെഡിസിൻ ആണ് ഫോർ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട്. ബ്രെയിൻ ഫാഗ് ഉണ്ടാവുന്ന കുട്ടികൾ ഒത്തിരി പഠിച്ച് തലവേദന എടുക്കുമ്പോൾ യൂഷ്വലി നമ്മൾ ആലോചിക്കുന്നത് ജൽസീമയാണ്. പക്ഷെ ജൽസീമിയത്തിന് ഫിയർ ഉണ്ടാവും, എക്സാമിനേഷൻ ഫങ്കും ഫിയർ ഒക്കെ. ഇവർക്ക് അങ്ങനത്തെ ഒന്നുമില്ല. നല്ല പഠിക്കുന്ന കുട്ടികളായിരിക്കും, പഠിച്ചുണ്ടാവുന്ന ഒരു ഹെഡേക്കിന് കൊടുക്കുന്നതാണ് പിക്രിക് ആസിഡ്. അതിന് മെയിൻ ന്യൂറാസ്തീനിയം, ടിംഗ്ലിംഗ് ഉണ്ടാവും, നെർവ്സ് ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. ഇതിന് ടിംഗ്ലിംഗ്, സിങ്ക് മാതിരി ടിംഗ്ലിംഗ് ഉണ്ട്, ഫോസ്ഫറസ് മാതിരി ബേണിംഗ് ഉണ്ട്, ബ്രെയിൻ ഫാഗ്, ജൽസീമിയം പോലെ ബ്രെയിൻ ഫാഗ് ഉണ്ടാവും. എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ഒരു മെഡിസിൻ ആണ് ഈ പിക്രിക് ആസിഡ്. അതിന്റെ ലൊക്കേഷൻ എപ്പോഴും ഓക്സിപിറ്റൽ റീജിയൻ ആയിരിക്കും. തണുപ്പ് ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ബെറ്റർ ആവും പിക്രിക് ആസിഡ്. ഡൾ ഹെവി ഹെഡേക്ക് ആയിരിക്കും, ടയേർഡ്, ഏക്കിംഗ് പെയിൻ ഇൻ ദ ഓക്സിപിറ്റ് ആൻഡ് വെർട്ടെക്സ് ആയിരിക്കാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്
ഏക്കിംഗ് പെയിന്. കോസേഷൻ മെന്റൽ ഓവർ എക്സേർഷൻ സ്റ്റഡി സ്ട്രെയിൻ ഫെറ്റീഗ്, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മെഡിസിൻ ആണ് പിക്രിക് ആസിഡ്. അഗ്രവേഷൻ മെന്റൽ എക്സേർഷൻ ഹീറ്റ്, എക്സാമിനേഷന്റെ സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മെഡിസിൻ ആണ് മെന്റൽ എക്സേർഷൻ ആൻഡ് ഹീറ്റ്. അമിൽറേഷൻ റെസ്റ്റ് ആൻഡ് കോൾഡ് ആപ്ലിക്കേഷൻ, നല്ല ഇവിടെ നല്ലാണ്ട് ചൂട് ഫീൽ ചെയ്യണു, വല്ലാണ്ട് ഹെഡേക്ക് വരുന്നു, ചെറിയ ഐസോ അല്ലെങ്കിൽ തണുത്ത വെള്ളം ഇങ്ങനെ ചെയ്തോണ്ട് നടക്കുന്ന കുട്ടികളുണ്ടാവും, അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മരുന്നാണ്. ക്ഷീണം ഉണ്ടാവും, ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, വെർട്ടൈഗ് ഉണ്ടാവും, ചില കുട്ടികൾക്ക് ടയേർഡ് ഐസ് ഉണ്ടാവും, ജൽസീമിയന്മാരെ തന്നെ ഉണ്ടാവും കണ്ടാല്, പക്ഷെ ഫങ്ക് ഉണ്ടാവില്ല, ഫിയർ ഉണ്ടാവില്ല. ഡൾ ഓക്സിപിറ്റൽ ഹെഡേക്ക് ഫ്രം ബ്രെയിൻ എക്സോഷൻ. പിന്നെ വരുന്നത് സാങ്കുനേറിയ കാനഡൻസിസ് ആണ്. ഇത് റെസ്റ്റ് ഡേ ഹെഡേക്സ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ ആണ്. ജോലി ചെയ്യുമ്പോൾ ഒന്നും അധികം അങ്ങനെ അത്രയും ഹെഡേക്ക് ഇല്ലെങ്കിലും ആ ജോലി എല്ലാം കഴിഞ്ഞ സാറ്റർഡേ സൺഡേ പീരിയോഡിക് ആയിട്ട് ഇങ്ങനെ വരുന്ന ഹെഡേക്കിന് സാങ്കുനേറിയ നല്ലൊരു മെഡിസിൻ ആണ്. പീരിയോഡിക് ബിലിയസ് റൈറ്റ് സൈഡഡ് മൈഗ്രെയിൻ, സ്പൈജീലിയ ലെഫ്റ്റ് സൈഡ്, സാങ്കുനേറിയ റൈറ്റ് സൈഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബേർണിംഗ് പെയിൻ, ത്രോബിംഗ് പെയിൻ ബിഗിൻസ് ഇൻ ദ ഓക്സിപിറ്റ് ടു ദ റൈറ്റ് ഐ. റൈറ്റ് സൈഡഡ് റെമഡി എസ്പെഷ്യലി സുപ്രാഓർബിറ്റൽ, കണ്ണിന്റെ മേൽഭാഗത്ത് കാണുന്ന ഒരു റെമഡിയാണ്. സാങ്കുനേറിയയുടെ ആൾക്കാർക്ക് ഗ്യാസ്ട്രിക് അപ്സെറ്റ്സ് ഉണ്ടാവും, വയറിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. മെൻസസ് ഒരു കോസ് ആണ് സാങ്കുനേറിയയുടെ. ഫാസ്റ്റിങ്ങിനും ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പം സ്പെഷ്യലി ഇവിടെ നോയമ്പൊക്കെ നോക്കണ ആൾക്കാർക്കൊക്കെ തലവേദന വരികയാണെങ്കിൽ ഐറിസും സാങ്കുനേറിയൊക്കെ നല്ല മെഡിസിൻസ് ആണ്. വല്ലാത്ത സ്മെല്ല് വരുമ്പോഴും അഗ്രിവേറ്റ് ചെയ്യുന്ന ഹെഡേക്കിന് ദിസ് ഇസ് എ ഗുഡ് മെഡിസിൻ. അഗ്രിവേഷൻ, മോഷൻ, ഓർഡർ, ലൈറ്റ്, നോയ്സ്, ഒന്ന് അനങ്ങുമ്പോൾ തന്നെ വേനെടുക്കുക, സ്മെല്ല് വരുമ്പോൾ വേനെടുക്കുക, ലൈറ്റിൽ വേനെടുക്കുക, നോയ്സസ് കേൾക്കുമ്പോൾ തലവേദന ഉണ്ടാകുക. പിന്നെ ഉള്ളത് അമൽറേഷൻ, സ്ലീപ്പ്, ക്വൈറ്റ്, വോമിറ്റിംഗ്, ബൈൽ. പിത്തം ശ്രദ്ധിച്ചാൽ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഒരു സുഖ ഡോക്ടറെ എന്ന് പറയുന്ന കേസസിൽ സാങ്കുനേറിയ ഇസ് വെൽ ഇൻഡിക്കേറ്റഡ്. സോ കോൺകമിറ്റന്റ് എന്ന് പറയുന്നത് നോഷ്യ ഉണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാവും, ഹീറ്റ് ഫ്ലഷസ് ഉണ്ടാവും, ചൂട് അനുഭവപ്പെടുക, ബേണിംഗ് പാംസ് ഉണ്ടാവും, കൈയൊക്കെ വല്ലാണ്ട് ചൂടാവുക എന്നുള്ളത് ഉണ്ടാവും. പിന്നെ റൈറ്റ് സൈഡ് പീരിയോഡിക് ഹെഡേക്ക് എൻഡിങ് ഇൻ വോമിറ്റിംഗ് ആൻഡ് സ്ലീപ്പ്. എത്ര മെഡിസിൻ ഉണ്ട്? ഇനി ഒരു സെപ്പിയ, സ്പൈജീലിയ, അത്രേ ഉള്ളൂ. 4 പറഞ്ഞു തീർക്കാൻ സമയമില്ല, അപ്പോഴത്തേക്കും സമയം കഴിയും. ഞാനൊരു പണി ചെയ്യാം, സ്പൈജീലിയം അസ്നയും പറയാം, സെപ്പിയ അറിയുന്നതല്ലേ ഡോക്ടറെ? അസ്നയെ മാത്രം പറയാം, ബാക്കി അതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. ഹലോ, അസ്നയെ മാത്രം പറഞ്ഞിട്ട് നിർത്താം. കൺജസ്റ്റീവ് വാസ്കുലർ ഹെഡേക്ക് വിത്ത് ഇൻട്രാകേനിയൽ ടെൻഷൻ. അസ്നിയ ഒരു നല്ലൊരു മെഡിസിൻ ആണ് മൈഗ്രെയിന്. ആദ്യം ആരും ഉപയോഗിക്കാത്ത മെഡിസിൻ ആയതുകൊണ്ടാണ് അസ്നയും കൂടെ ഇട്ടത്. അപ്പൊ നമുക്ക് അറിയാത്ത മെഡിസിൻ ആയതുകൊണ്ട് അത് ബാക്കി സെപ്പിയൻ, സ്പൈജീലിയ ലെഫ്റ്റ് സൈഡഡ് ആണ്. സെപ്പിയ ഒത്തിരി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയൊരു മെഡിസിൻ ആണ്. അസ്നിയ എന്ന് പറയുന്നത് ഫുൾനെസ് ബേർസ്റ്റിംഗ് ആസ് ഇഫ് ബ്രെയിൻ ആൻഡ് ഐസ് വുഡ് ബേർസ്റ്റ് ഔട്ട്, കണ്ണ് തെറിച്ചു പോണ മാതിരിയുള്ള വേന ഡോക്ടർ എന്ന് പറയുന്നതിന് നല്ലൊരു മെഡിസിൻ ആണ് അസ്നിയ ബർബാട്ട. അതിന്റെ ലൊക്കേഷൻ ഇതുപോലെ തന്നെ ഓക്സിപിറ്റൽ റീജിയനിലും വേർട്ടെക്സിലാണ്. ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവും, ഇതിനും ഗ്ലോണൈൻ മാതിരി തന്നെ ഹൈ BP ഉണ്ടാവും അസ്നയ്ക്കും. സെറിബ്രൽ കൺജഷൻ, സൺ എക്സ്പോഷർ, ഇതൊക്കെയാണ് കോസസ്. അഗ്രിവേഷൻ, സ്റ്റൂപ്പിംഗ്, മോഷൻ, സൺ ഹീറ്റ്, അമിൽറേഷൻ, കോൾഡ് ആപ്ലിക്കേഷൻ, ക്വൈറ്റ്. ഇതിന്റെ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത് ആസ് ഇഫ് ദ ബ്രെയിൻ ആൻഡ് ഐ വുഡ് ബേർസ്റ്റ്. അതാണ് അവർ പറയുന്ന എക്സ്പ്ലനേഷനിൽ ഉണ്ടാവുന്ന ഇത് സിംറ്റം. റൈറ്റും ലെഫ്റ്റും ഒരു ടേബിൾ പോലെ ഉണ്ടാക്കിയതാണ്, കോസേഷൻ വെച്ചിട്ട് ഒരു ടേബിൾ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് റെമഡി. ഇത് കോസ് ആൻഡ് ടൈപ്പ് വിത്ത് മെയിൻ റെമഡീസ്. പിന്നീട് വേണമെങ്കിൽ ആർക്കെങ്കിലും അതിന്റെ ഇതെടുക്കാം, ഫോട്ടോ എടുക്കാം. ഓക്കെ, കഴിഞ്ഞു മാം. ഓടിയെത്തിയല്ലേ? ഇന്ന് ഓടിച്ചില്ല എന്നുള്ളതാണ് പരാതി തോന്നുന്നു. അല്ല, ഇത് ഓടിയൊക്കെ ചെയ്ത് നല്ല സ്പീഡായിരുന്നു, പക്ഷെ കണ്ടന്റ് കൂടുതലാണ്. അതാണ് ഒത്തിരി മെഡിസിൻ പറഞ്ഞല്ലോ, അതിന്റെ കാരണം പറഞ്ഞു, ഒത്തിരി വിശദമായിട്ട് തന്നെ മൈഗ്രെയിന്റെ ഒരു നല്ല ക്ലാസ് ആയിരുന്നു. അത് ഒത്തിരി വിശാലമായി പോയത് കൊണ്ടാണ് അത് കുറച്ച് സമയം കുറഞ്ഞത്. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ലൊരു കയ്യടി ഉണ്ട്.
സമയം എടുത്തത്. ഓക്കെ, അപ്പോ ഇന്ന് ക്ലാസ് കേട്ടവർക്ക് മൈഗ്രെയിൻ വന്നാൽ ഈ ക്ലാസ് ഒന്നുകൂടി കേട്ടാൽ മതി. അത്യാവശ്യം ഏത് മൈഗ്രെയിനും സുഖപ്പെടുത്താനുള്ള വക ഇതിനകത്തുണ്ട്. വളരെ സന്തോഷം. താങ്ക് യു മാം. ഇനി നമുക്ക് വളരെ കുറച്ച് സമയം, 6 മിനിറ്റ് ഉണ്ട്. അത്യാവശ്യം ആർക്കെങ്കിലും എന്തെങ്കിലും ഡോക്ടറോട് സ്ക്രീൻ ഓഫ് ചെയ്യാമോ? ഡോക്ടറോട് എന്തെങ്കിലും സംശയങ്ങളോ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ 1-2 പേർക്ക് പറയാനുള്ള ഒരു സമയമുണ്ട്. ഒട്ടും താമസിക്കരുത്. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ ഞാൻ സംസാരിക്കാം. ആർക്കെങ്കിലും അത്യാവശ്യം വല്ലതും പറയാനുണ്ടോ, ചോദിക്കാനുണ്ടോ? ഡോക്ടർ നസീബ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. നസീബ ഡോക്ടറെ, ഡോക്ടർ നസീബ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഹലോ ആശ മാഡം, ഞാനൊരു കാര്യം ഡോക്ടർ ചോദിക്കാം. എനിക്ക് അറിയുന്ന ഒരു കുട്ടി, ഒരു 25 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണ്. അവള് ഒരു ഹോസ്പിറ്റാലിറ്റി അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യാണ്. അപ്പം നല്ല രീതിയിൽ എന്നും ഡെയിലി 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പം രാവിലെ 9 AM അവിടെ എത്തണം. വൈകിട്ട് 6 മണിക്കാണ് അത് അവിടുന്ന് പോരാൻ പറ്റുക. ഭയങ്കര വർക്ക് പ്രഷറാണ്. മൂത്ത കുട്ടീനെ സ്കൂളിലാക്കിയിട്ടൊക്കെ വേണം. അപ്പം അവിടെ എത്തുമ്പം ജോലി തിരക്കും കാര്യങ്ങളായിട്ട് വർക്ക് പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് തലവേദന എടുക്കും. നല്ല രീതിയിൽ തലവേദന എടുത്തിട്ട് അത് കഴിഞ്ഞ് അവർക്ക് ചെസ്റ്റ് പെയിൻ, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഹാർട്ടിന്റെ റീജിയനിൽ നല്ല രീതിയിൽ വേദന എടുക്കും. അതിനുശേഷം അവർക്ക് വൊമിറ്റ് ചെയ്യാൻ വരും. അങ്ങനെ വൊമിറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് വൊമിറ്റ് ചെയ്യുമ്പോൾ പിന്നെ അതൊക്കെ ഓക്കെ ആവും. അതിപ്പോ അവളുടെ യൂഷ്വൽ നമ്മളിപ്പം പറയൂലേ, യൂസ്ഡ് ആയിക്കാൻ ആ ഒരു പ്രശ്നം കൊണ്ട് ഒരു 4-5 മാസമായിട്ട് യൂസ്ഡ് ആയി. അപ്പൊ നമുക്ക് ഞാൻ ഫോസ്ഫറസ് ഒക്കെ ചിന്തിച്ചു പോയി. ഫോസ്ഫറസ് ചിന്തിക്കാം, പക്ഷെ അത് ചെസ്റ്റിന്റെ അവിടെ പെയിൻ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ഇമ്പോർട്ടന്റ് അല്ലേ നമുക്ക്? വോമിറ്റിംഗ് കൂടെ ഉണ്ടാവുമ്പോൾ ബ്ലഡ് കുറച്ചും കൂടെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് കൂടെ ചെയ്യണം നിർബന്ധമല്ലേ ഡോക്ടറെ? കേൾക്കുന്നില്ലേ? വീണ്ടും മ്യൂട്ടായി പോയി. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തേ. അതെ. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു നമുക്ക് മെഡിസിൻ അപ്പൊ അവളുടെ അടുത്ത് മെഡിസിൻ ഉണ്ടോ, അങ്ങനെ വേറൊരു കാര്യം സംസാരിച്ചതിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. അപ്പൊ ഞാൻ അമോണിയം കാർബ് അതുപോലെ തന്നെ ഫോസ്ഫറസ് ഒക്കെ ചിന്തിച്ചു. അവള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഓൾ ഇൻ ഓൾ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പാട്ടും ഡാൻസും എല്ലാത്തിനും ഉണ്ടായിരുന്ന ഒരു മോളായിരുന്നു. അപ്പോ പക്ഷെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, ഒന്ന് ഡോക്ടറെ ഒന്ന് കാണിക്കാൻ, പൾമോളജിസ്റ്റിനെ എന്തെങ്കിലും കാണിക്കുന്നത് നല്ലതല്ലേ എന്ന് പറഞ്ഞു. അവളതിനെ കൂടെ യൂസ്ഡ് ആയി. ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ കാണിക്കാം ആ ഒരു രീതിയിലായി. അപ്പൊ ഞാൻ മാമിന്റെ ഒരു മെലിലോട്ടസ് ഒക്കെ ചിന്തിച്ചു പോയി, അതുകൊണ്ട് ചോദിച്ചായിരുന്നു. പക്ഷെ അത് നോസ് ബ്ലീഡ് അല്ലേ, അല്ല മെലിലോട്ടസ് എപ്പിസ്റ്റാക്സിസിനൊക്കെ നല്ലതാണ്. ഈ ബ്ലഡ് എവിടെ ഇത് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. എവിടെന്നാ ബ്ലഡ് ഛർദിക്കാണോ കുപ്പിക്കളയാണോ ഡോക്ടറെ? എന്താണ്? ബ്ലഡ് വൊമിറ്റ് ചെയ്യാണോ, വോമിറ്റിംഗ്? അതാകുമ്പോ കുറച്ച് എന്താ കളർ ഓഫ് ദ ബ്ലഡ്? ഡാർക്ക് കളർ ആണോ ബ്രൈറ്റ് റെഡ് ആണോ? കുറച്ച് ഡാർക്കിഷ് ആണ്. ആദ്യമൊക്കെ വളരെ കുറച്ചധികം ഉണ്ട്. She needs lots of further investigation. പറയുമ്പോൾ it is coming from an internal organ അല്ലേ, rather than from a external capillaries break ആവണേ അല്ലല്ലോ. അതെ. തീർച്ചയായിട്ടും ആശ ഡോക്ടർ പറയുന്ന പോലെ തീർച്ചയായിട്ടും അത് വൊമിറ്റിംഗ് ആണ്. വൊമിറ്റിംഗ് ആകുമ്പോഴത്തേക്ക് എന്തായാലും ആ വൊമിറ്റ് ചെയ്യണമെങ്കിൽ എവിടുന്നോ ബ്ലഡ് അവിടെ കളക്ട് ചെയ്ത് ഇരിക്കുന്നല്ലേ. അതെ. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒന്ന് കൂടുതൽ ചെക്കപ്പ് തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരും. ഓക്കെ, താങ്ക് യു മാം. ഇടയ്ക്ക് ആശ ഡോക്ടറെ വീണ്ടും റേഞ്ച് സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് കുറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ഇവിടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓക്കെ ഡോക്ടറെ, അപ്പോ ഇനി ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഡോക്ടർ അജിമോൾ പെട്ടെന്ന് ചോദിച്ചോളൂ ഡോക്ടറെ, എന്താണ് പറയാനുള്ളത്? ഡോക്ടർ അജിമോൾ. വീണ്ടും മ്യൂട്ടായി പോയി. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ.
ആശ പറഞ്ഞോളൂ. ഡോക്ടറെ ക്ലാസ് ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഞാനൊരു സംശയം ചോദിക്കുവാണേ. എനിക്കൊരു ചോദിച്ചോളൂ. 45 വയസ്സ് പ്രായമുള്ള ഒരു ലേഡി ഉണ്ടേ. അവർക്ക് തലവേദന വരുമ്പോഴേ കണ്ണിന്റെ മിഴി കിടന്ന് വട്ടം കറങ്ങണമെന്ന് പറയും. അങ്ങനെയാണ് തലവേദന തുടങ്ങുന്നത്. അതിനുശേഷം നാക്ക് മരയ്ക്കുകയൊക്കെ ചെയ്യും. പീരിയോഡിക്കലായിട്ട് വരുന്നുണ്ടോ? ചിലപ്പോൾ 1 മാസം ഇടവിട്ടായിരിക്കും, ചിലപ്പോൾ 2 മാസം ഇടവിട്ട് അങ്ങനെ വരും. വേറെ പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടില്ല. തലയിൽ കേടുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ദേഷ്യം വരുമ്പോൾ തലയെ കൊണ്ട് ഭിത്തിയിൽ ഇടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നേച്ചറുള്ള ആളാണ്. ആർണിക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നെട്രമോർ, സെപ്പേതൊക്കെ കൊടുത്തിട്ടുണ്ട്. ആശ പക്ഷെ ഡോക്ടർ complete മ്യൂട്ട് ആയിട്ടില്ല. ആയിപ്പോയി കേട്ടാ. ആശ ഡോക്ടർ ആണോ? മ്യൂട്ട് ആയിപ്പോയി. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഓ, നാട്രം സൾഫൊക്കെ നമുക്ക് ആലോചിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ഐന്റെ ഇതുള്ളതുകൊണ്ട് യു ക്യാൻ ഈവൻ തിങ്ക് ഓഫ് ഐറിസ് ഓൾസോ. ഐയും ബ്ലറിംഗ് ഓഫ് വിഷനും വേറെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ഉണ്ടോ ഡോക്ടർ? ഇത് കുറച്ചല്ലേ സിംറ്റംസ് പറഞ്ഞുള്ളൂ. അതെ, ഇപ്പോഴും അവർ ഇത് ഇങ്ങനെയാ പറയുന്നത്. അവര് തൊട്ടടുത്ത ക്ലിനിക്കിന് തൊട്ടടുത്ത, അപ്പൊ അവര് വേഗം ഓടി വന്നിട്ട് പറയുന്നത് എന്റെ കണ്ണ് വട്ടം കറങ്ങാൻ തുടങ്ങി, എനിക്ക് ഇപ്പൊ തലവേദന തുടങ്ങും എന്ന് പറയും. അപ്പൊ ഞാൻ അക്കണൈറ്റ് ഒക്കെ വെച്ച് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ആദ്യം. വേറെ പ്രത്യേകിച്ച് പീരീഡ് ബ്ലീഡിങ് കൂടുതലുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ ചൂടൊട്ടും സഹിക്കത്തില്ല. വെയില് തെളിയുന്ന കാണുമ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്. ബ്ലീഡിങ് എങ്ങനെയുണ്ട് ഡോക്ടറെ? എന്തോ ബ്ലീഡിങ് എങ്ങനെയുണ്ട്? ബ്ലീഡിങ് അവർക്ക് കൂടുതൽ ഈ പീരീഡ് സമയത്ത് പീരീഡ് റെഗുലർ ആണ്, പക്ഷെ ഹെവി ബ്ലീഡിങ് ആണ് പറയുന്നത്. ഹെവി ബ്ലീഡിങ്. ഹെവി ബ്ലീഡിങ് ആണ്. പിന്നെ ആളെങ്ങനെയുണ്ട്? ആള് നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള ഒരാളാണ്, അത്യാവശ്യം സൈസ് ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ ദേഷ്യം കൂടുതലുണ്ട്. ചൂടൊട്ടും സഹിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രത്യേകത തോന്നിയിട്ടുണ്ട് എനിക്ക് പലപ്പോഴും. വെയില് തെളിയുമ്പോഴേ ചൂട് ഭയങ്കര അസ്വസ്ഥതയാണെന്ന് അവരെപ്പോഴും പറയാറുണ്ട്. ഒരു കാര്യം ചെയ്യുന്നതാവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ആശ ഡോക്ടറുടെ നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാമോ? ശരി ഡോക്ടറെ, ഞാൻ ഇടാം. അപ്പോഴേ ഡോക്ടർ അജിമോൾ ഒരു കാര്യം ചെയ്യണം. ആശ ഡോക്ടറുമായിട്ട് ഒന്ന് ഫോണിൽ കൺസൾട്ട് ചെയ്ത് കുറച്ചുകൂടെ വിവരങ്ങളോ വീണ്ടും ഒന്നും കൂടി കേസ് എടുത്തിട്ടോ ഒന്ന് കൺസൾട്ട് ചെയ്ത് ഡോക്ടർ തീർച്ചയായിട്ടും സഹായിക്കും. അതല്ലേ നല്ലത്? അതിന്റെ ഓക്കുലർ മസിൽസും ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റം ആണ് ഇപ്പൊ പറഞ്ഞത് ഡോക്ടറെ. പക്ഷെ അതിന് കുറെ കൂടെ സിംറ്റംസ് നമുക്ക് വേണ്ടേ. അപ്പൊ അതിന്റെ ഒന്ന് കുറച്ച് നമ്മൾ എപ്പോഴും ഇല്ലേ, ഞാൻ ചെയ്യണ ഒരു ഇതാണ്. കാരണം നമ്മുടെ മെഡിസിൻ ഒക്കെ നല്ലതാണ്. നമ്മളെക്കാട്ടിലും പക്ഷെ സ്പെഷ്യലൈസേഷൻ ഉള്ള മറ്റുള്ള ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് അതിന്റെ സെക്കൻഡ് ഒപ്പീനിയൻ ഒക്കെ എടുപ്പിക്കാറുണ്ട് സാധാരണ. അറ്റ്ലീസ്റ്റ് നമ്മുടെ സൈഡിൽ നിന്ന് തെറ്റുണ്ടാവാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ചിലപ്പം ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് ഒന്ന് കാണുക, ഇതൊക്കെ പറയാറുണ്ട്. അപ്പൊ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ചെയ്തിട്ട് പിന്നെ പിന്നെ അവര് വന്ന് നമുക്ക് ആ സാധാരണ അവർ എടുക്കുന്ന ഇത് മാതിരി തന്നെ നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കണായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ. മാറി മാറി വരാറുണ്ട്. റൈറ്റും ലെഫ്റ്റും മാറി മാറി വരാം. റൈറ്റും ലെഫ്റ്റും. ഫ്രാങ്ക്ലി ലാക്കിനൊക്കെ നമുക്ക് ആലോചിക്കാം, പൾസും ആലോചിക്കാം. ഭയങ്കര ടിയർഫുൾ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ആലോചിക്കാം. ലാക്കനൈനും നല്ലൊരു മെഡിസിൻ ആണ്. ഇത് ഞാൻ പറഞ്ഞ മാതിരി ഇത് ഒരു ഐ തിങ്ക് വി കാൻ ഫിനിഷ് ഇറ്റ് ഓഫ് ഇൻ ദിസ് വൺ. എന്റെ നമ്പർ തന്നിട്ടുണ്ട് ഡോക്ടറെ, മെസ്സേജ് അയച്ചോളൂ. നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഡോക്ടർ ഒരു കാര്യം ചെയ്യുക, എന്ത് സംശയം ഉണ്ടെങ്കിലും ഡോക്ടറെ ഒന്ന് വിളിച്ച്. എപ്പോഴാണ് വിളിക്കേണ്ട സമയം? മെസ്സേജ് അയച്ചാൽ മതി ഡോക്ടറെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ പാതി സമയത്ത് റോട്ടിലാണ്, ഞങ്ങൾ ബാംഗ്ലൂരിലാണ്. അതാണ്. അപ്പോ നമ്പർ സേവ് ചെയ്തിട്ട് വാട്സ്ആപ്പ് ചെയ്തേക്കൂ ഡോക്ടർ. എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ട് ബാക്കി ആ ഓക്കുലറിന്റെ ഐ സ്പെഷ്യലിസ്റ്റ് ഒന്നുകൂടെ കാണട്ടെ. എന്തായാലും അത് ഓറോ പോലെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ നിസ്റ്റിഗ്മസ് ഏതെങ്കിലും ഒരു ഐന്റെ പ്രോബ്ലം ഉണ്ടോ എന്ന് കൂടെ റൂൾ ഔട്ട് ചെയ്യും. ഓക്കെ. നമ്മുടെ സമയം കഴിഞ്ഞു. ഇപ്പൊ 3 മിനിറ്റ് അധികം വൈകി ആണ് പൊക്കോട്ടിരിക്കുന്നത്. അപ്പം വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഇന്നത്തെ. മൈഗ്രെയിനെ കുറിച്ച് അത്യാവശ്യം എല്ലാം ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അജിമോളെ തന്നെ ക്ഷണിക്കുകയാണ്. ഡോക്ടർ ആഷയ്ക്ക് നന്ദി പറയുന്നത്. താങ്ക് യു ഷീല ഡോക്ടറെ. മൈഗ്രെയിനെ കുറിച്ച് ഇതുപോലെ നല്ലൊരു ക്ലാസ് നമുക്ക് തന്ന ആശ ഡോക്ടർക്ക് എൻ്റെ പേരിലും IMPHന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. ഓക്കെ. ഡോക്ടർ അജിമോൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും നല്ല ഒരു വെടിക്കെട്ട് ക്ലാസ് എടുത്ത ഡോക്ടർ ആഷയ്ക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും അടുത്ത ഒരു ക്ലാസ്സിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ശുഭരാത്രി.
Good night. നമസ്കാരം.